കൊലോസ്യ ലേഖനം 1:13. കൊലോസിയൻസ് 1:13. കൊലോസ്യ ലേഖനം 1:13. കൊലോസിയൻസ് 1:13 വായിച്ചാൽ. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, ഇന്ന് പകൽക്കാലം വീണ്ടും നിന്റെ സന്നിധിയിൽ വചനം പഠിക്കുവാൻ നീ ഞങ്ങൾക്ക് ഒരുക്കിയതായ അവസരത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മാവാകുന്ന ദൈവമേ, നീയാണ് ഞങ്ങളുടെ അധ്യാപകൻ. എന്നെയും ഇവിടെ കൂടി വന്നിരിക്കുന്ന സകലരെയും നീ പഠിപ്പിക്കുമാറാകണമേ. നിന്റെ വചനം പഠിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. വചനം പഠിക്കുവാൻ തടസ്സമായി പ്രവർത്തിക്കുന്ന എല്ലാ ശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. കർത്താവേ, കൃപ നൽകണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇവിടെ എഴുതിയിരിക്കുന്നത്, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് അവൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വയ്ക്കുകയും ചെയ്ത. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ചെയ്ത പ്രധാന കാര്യം ദൈവമക്കളാകുന്ന നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വച്ചു. അപ്പോൾ ഈ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വച്ചിരിക്കുന്ന കാര്യം നാം ആഴമായി ചിന്തിക്കുമ്പോൾ ആത്മീകമായി പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വെച്ചു. ദൈവമക്കൾക്ക് പലപ്പോഴും ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ആത്മീക രാജ്യം, ശാരീരിക രാജ്യം, സ്പിരിച്വൽ കിങ്ഡം, ലിറ്ററൽ കിങ്ഡം. ആദ്യമായി ആദമിന് ദൈവം ആത്മീക രാജ്യവും ശാരീരിക രാജ്യവും രണ്ടും ഏൽപ്പിച്ചിരുന്നു. എന്നാൽ ആദമിനെ ആത്മീകമായി തോൽപ്പിച്ച് സാത്താൻ മുഴുവനും തൻ്റെ കൈവശമാക്കി. ദൈവം അങ്ങനെ ചെയ്യുവാൻ അവനെ അനുവദിച്ചു. അപ്പോൾ എവിടെ തോൽവി ഭവിച്ചുവോ അവിടെ ദൈവം വീണ്ടും പ്രവൃത്തി ആരംഭിക്കുകയാണ്. ശാരീരികമായ ഒരു ഫലം ഭക്ഷിക്കുവാനാണ് ഹവ്വായെ സാത്താൻ പ്രേരിപ്പിച്ചതെങ്കിലും നഷ്ടമായത് ആത്മീക രാജ്യമാണ്, ആത്മീക അധികാരമായിരുന്നു. അവർക്ക് ദൈവം കൊടുത്തിരുന്നത് സകലത്തെയും അടക്കി വാഴുക, എല്ലാറ്റിന്മേലും അധികാരത്തോടുകൂടിയവരായിരുന്നു. എന്നാൽ സാത്താൻ ആത്മീയ രീതിയിൽ വന്ന് നിങ്ങൾ ഈ ഫലം ഭക്ഷിച്ചാൽ ദൈവത്തെ പോലെ ആയിത്തീരും എന്ന് പറഞ്ഞ് ദൈവം കൊടുത്ത കൽപ്പന ലംഘിപ്പിക്കുവാൻ സാത്താൻ അതിൽ പരിശ്രമിച്ചു, ജയിക്കുകയും ചെയ്തു. അങ്ങനെ ആത്മീകമായി ആദാം ഹവ്വായും തോറ്റുപോയി. അതേ കാര്യത്തിലാണ് യഹോവയായ ദൈവം വീണ്ടും ഇവിടെ ആത്മീക രാജ്യം സ്ഥാപിച്ചിരിക്കുന്നത്. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് നമ്മെ പുത്രൻ്റെ രാജ്യത്തിലാക്കി വച്ചിരിക്കുകയാണ്. നാം ഇപ്പോൾ പുത്രൻ്റെ രാജ്യത്തിൽ ആകുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകിയിരിക്കുന്നു. അപ്പോൾ ആത്മീക രാജ്യവും ഐഹിക രാജ്യവും ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം മനസ്സിലാക്കണം. യോഹന്നാൻ 18:36, ജോൺ ചാപ്റ്റർ 18:36. യോഹന്നാൻ 18:36, ജോൺ 18:36. എന്റെ രാജ്യം ഐഹികമല്ല. എന്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എന്റെ ചേവകർ പോരാടുമായിരുന്നു. എന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പീലാത്തോസിന്റെ മുൻപിൽ നിന്നുകൊണ്ട്
പറയുകയാണ്, എൻ്റെ രാജ്യം ഐഹികമല്ല. മൈ കിങ്ഡം ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ്. എൻ്റെ രാജ്യം ഐഹികമല്ല. ഐഹികമായിരുന്നുവെങ്കിൽ പോരാടുമായിരുന്നു. ഇനിയും അതോടുകൂടെ റോമാലേഖനം 14:17 നമുക്ക് വായിക്കാം. റോമൻസ് 14:17. റോമൻസ് 14:17. റോമാലേഖനം 14 അധ്യായത്തിന്റെ 17 വാക്യം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ഇതിൻ്റെ അർത്ഥം ദൈവരാജ്യം ഐഹികമല്ല, ശാരീരികമായ ഒന്നതല്ല ദൈവരാജ്യം. ദൈവരാജ്യം ആത്മീയമായുള്ളത്, പരിശുദ്ധാത്മാവിൽ കൂടെയുള്ളതായ സന്തോഷവും ഭക്ഷണവും പാനീയവുമല്ല, സമാധാനവും നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ദൈവത്തിൻ്റെ പ്ലാൻ പലപ്പോഴും ദൈവദാസന്മാരാകുന്ന നാം അല്ലെങ്കിൽ വിശ്വാസികളാകുന്നവർ പൂർണ്ണമായി ഗ്രഹിക്കാതിരിക്കുന്നതിനാൽ കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. വചനത്തിൻ്റെ ശരിയായ പാതയിൽ പോകാതെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞു പോകാറുള്ള ഒരു പ്രവണത നാം ഈ കാലത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് നാം പരിശുദ്ധാത്മാവിൽ കൂടെ ദൈവവചനം പഠിക്കുമ്പോൾ അത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഞാൻ പറഞ്ഞു, ആദാമിനെ ആദ്യമായി സാത്താൻ തോൽപ്പിച്ചത് ആത്മീയത്തിൽ കൂടെയാണ്. അതേ തോൽപ്പിക്കപ്പെട്ട സ്ഥാനത്ത് ദൈവം ആത്മീക രാജ്യം സ്ഥാപിക്കുകയാണ്. ആ ആത്മീക രാജ്യം സ്ഥാപിക്കുമ്പോൾ ഭൗതികം എല്ലാം ദൈവം സാത്താന് കൈവശമാക്കുവാൻ അനുവദിച്ചിരിക്കുകയാണ്. ലൂക്കോസ് 4:5-6 വായിച്ച്. ലൂക്ക് chapter 4 verse 5 and 6. ലൂക്കോസ് 4:5-6. Luke chapter 4 verse 5 and 6. പിന്നെ പിശാച് അവനെ മേൽപോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവനെ കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം. അത് എങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവനെ കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം. അതെൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദൈവമക്കളെ, ദൈവദാസന്മാരെ, ദൈവം തൻ്റെ പ്രവൃത്തി ചെയ്യുന്നത് വചനത്തിൽ കൂടെ ഭംഗിയായി മനസ്സിലാക്കി നാം മുൻപോട്ട് പോകണം. ആത്മീയ രാജ്യം ദൈവം സ്ഥാപിക്കുമ്പോൾ ഭൗതിക രാജ്യങ്ങൾ, ഭൗതികമായ കാര്യങ്ങൾ സാത്താനെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് കൂടെ മറന്നു പോകരുത്. ഈ രണ്ട് കാര്യങ്ങളും വ്യക്തിയായി മനസ്സിലാക്കാതിരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ദൈവമക്കൾ ആത്മീയത്തിൻ്റെ കൂടെ ഭൗതികം കൂടെ ചേർത്ത് ദൈവത്തോട് അപേക്ഷിക്കുകയും ദൈവത്തോട് യാചിക്കുകയും ചെയ്തു പോകുന്നത്. നാം വളരെ വ്യക്തമായി നോക്കിയാൽ നമുക്ക് വചനത്തിൽ കൂടെ വളരെ ക്ലിയറായിട്ട് മനസ്സിലാകുന്നത്, ദൈവം ഈ ഭൂമിയിൽ നമുക്ക് ഭൗതിക രാജ്യ അവകാശം തരുവാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഭൗതികമായ കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ സാത്താനെ കൊണ്ടുവരിപ്പിച്ചിട്ട് അതിൽ കൂടെ ജയം പ്രാപിക്കുന്നവർ പുതിയ ഭൂമിയിൽ, പുതിയ യെരൂശലേമിൽ രാജാക്കളായി വാഴുവാൻ യോഗ്യരാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു വന്നതിന് ശേഷം
ഭൗതികവും ആത്മീയവും രണ്ടും രണ്ടായി വേർതിരിച്ചിരിക്കുകയാണ്. ഈ കാര്യം നിങ്ങൾ നല്ലപോലെ വചനപ്രകാരം മനസ്സിലാക്കുന്നില്ല എങ്കിൽ ഭൗതികമായ പ്രയാസങ്ങൾ വരുമ്പോൾ മനസ്സ് കലങ്ങുകയും പലവിധ ചിന്തകൾക്കും ഭാരങ്ങൾക്കും അധീനരായിത്തീരുകയും ചെയ്യും. ഇന്ന് അപ്രകാരം ദൈവമക്കൾ ഇടവഴിയിൽ കളർന്നു കിടക്കുകയാണ്, ഭൗതികവും ആത്മീയവും. എന്നാൽ വചനത്തിൽ കൂടെ നോക്കുമ്പോൾ വളരെ വ്യക്തമായി ദൈവം ഇത് രണ്ടും രണ്ടാക്കി വച്ചിരിക്കുകയാണ്. ആത്മീയമായത് ദൈവത്തിൽ നിന്നും ഭൗതികമായത് സാത്താൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് സാത്താൻ പറഞ്ഞത്, ഇതെല്ലാം എങ്കൽ പരമേൽക്കപ്പെട്ടിരിക്കുന്നു, ഇതെല്ലാം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് ഇഷ്ടമുള്ളവനൊക്കെയും ഞാനത് കൊടുക്കുന്നു. ഈ കാര്യം മനസ്സിലാകാതെ പലപ്പോഴും ദൈവമക്കൾ, കർത്താവേ, ഞാൻ നിന്റെ മകനാണല്ലോ, ഈ പട്ടണത്തിൽ നീ എന്നെ വാലല്ല തലയാക്കും, ഞാൻ നല്ലൊരു ബിസിനസ്സുകാരനായി, നല്ലൊരു ജോലിക്കാരനായി, നല്ല പണപരമായി ഉയർന്ന ഒരാളായി നിന്റെ മുമ്പിൽ നിന്നാൽ എത്ര നല്ലതാണ്. ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുന്നു. ദൈവം ചില ദൈവമക്കളെ പണമുള്ളവരാക്കിയും ചിലരെ പാവപ്പെട്ടവരായും ചിലരെ സാധാരണ നിലവാരത്തിലുള്ളവരാക്കിയും ആകുവാൻ അനുവദിച്ചിരിക്കുകയാണ്. അതെന്തിനാണ്? പണമുള്ള ദൈവമക്കൾ, ധനാഢ്യന്മാർ അതുകൊണ്ട് സന്തോഷിച്ചു വസിക്കുവാനായിട്ടല്ല, ആ ധനമുണ്ടായിട്ടും അത് ദൈവം അവരെ അതിൻ്റെ സൂക്ഷിപ്പുകാരാക്കിയിരിക്കുന്നതിനാൽ ധനമുള്ളവരുടെ മധ്യേ സാക്ഷി പറയുവാൻ, ധനമുള്ളവരുടെ മധ്യേ സാക്ഷിയാകുവാൻ ദൈവം അവരെ നിർത്തിയിരിക്കുകയാണ്. നല്ല വലിയ ബംഗ്ലാവിൽ താമസിക്കുന്ന ഒരാളിന് 2-3 എയർ കണ്ടീഷൻ കാറും ഒക്കെയുള്ള ഒരാളുടെ അടുക്കൽ ചെരുപ്പ് പോലുമില്ലാതെ ഒരു കീറിയ വസ്ത്രവും ധരിച്ചുകൊണ്ട് ഒരു സഹോദരൻ പോയി പറയുകയാണെങ്കിൽ, സാക്ഷി പറയുകയാണെങ്കിൽ, ആ ധനമുള്ളവൻ പറയും, നിനക്കൊന്നും നിന്റെ കൈ കിട്ടാഞ്ഞിട്ട് നീ വന്നിരിക്കുക, 10 രൂപ എടുത്തുകൊണ്ട് പൊയ്ക്കോളാൻ പറയും. എന്നാൽ അവൻ്റെ കൂടെ, ആ ധനമുള്ളവൻ്റെ കൂടെ നല്ല ബംഗ്ലാവിൽ താമസിക്കുന്ന ഒരു വിശ്വാസി നല്ല കാറിൽ, എയർ കണ്ടീഷൻ കാറിൽ യാത്ര ചെയ്യുന്ന ഒരു വിശ്വാസി ചെന്ന് സാക്ഷ്യം പറയുമ്പോൾ, ഇവൻ ഇത്ര സൗകര്യമുണ്ടായിട്ടും ഈ ഭൗതികത്തിന് ഇവന് മനസ്സില്ലല്ലോ എന്ന് മനസ്സിലാക്കി അവനെ അവിടെ സാക്ഷിയായി നിർത്തുവാൻ, അവൻ്റെ ആ പ്രിയ സഹോദരൻ്റെ, ധനമുള്ള സഹോദരനിൽ കൂടെ സാക്ഷിയായി നിൽക്കുവാൻ അവനെ കർത്താവ് ഉപയോഗിക്കുന്നു. അതുപോലെ പാവപ്പെട്ടവർ, ഇന്ന് ഭാരതത്തിൽ കൂടുതൽ, കേരളത്തിൽ അത്രയും പാവപ്പെട്ടവരില്ല, എന്നാൽ ഇന്ത്യയിൽ ഇവിടെ പല പട്ടണങ്ങളിലേക്ക് നോക്കിയാൽ അനേക പാവപ്പെട്ടവരെ കാണാം. പാവപ്പെട്ടവരുടെ മധ്യത്തിൽ സാക്ഷിയാകുവാൻ ദൈവം പാവപ്പെട്ടവരെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഭൗതികമായി ഇവിടെയുള്ളതായ വ്യത്യാസങ്ങൾ താൽക്കാലികമായി ഓരോരുത്തരെ സൂക്ഷിപ്പുകാരാക്കി, കസ്റ്റോഡിയൻസ് ആക്കി ദൈവം വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പണമുള്ളതായ ഒരു വിശ്വാസിയെ കണ്ടിട്ട് പണമില്ലാത്ത വിശ്വാസി, കർത്താവേ, നീ തോമാച്ചൻ സഹോദരൻ ഇത്ര വല്ല അനുഗ്രഹം കൊടുത്തല്ലോ, ഞാനും നിന്നെയാണല്ലോ പിൻപറ്റുന്നത്, നീ എൻ്റെ പിതാവാണല്ലോ, ഈ വ്യത്യാസം എന്തിന്? തോമാച്ചൻ സഹോദരൻ്റെ ഇവിടെ ഇത്ര ധനമുണ്ട്, എനിക്കൊന്നുമില്ലല്ലോ. പ്രിയ സഹോദരി, പ്രിയ സഹോദര, നിന്നെ ദൈവം ആ ഇല്ലായ്മയുടെ സൂക്ഷിപ്പുകാരനാക്കി വെച്ചിരിക്കുകയാണ്. അത് നിന്റെ മേലുള്ള ശാപമല്ല. പലരും ചിന്തിക്കുന്നത്, നിനക്ക് ആഹാരം അല്ലെങ്കിൽ വസ്ത്രങ്ങളും ആവശ്യത്തിനുമില്ല, തീരെ റോഡരിയിലൊക്കെ കിടക്കുകയാണെങ്കിൽ ശാപമാണ്. അല്ലവേ അല്ല. ഒരു പ്രാവശ്യം ഒരു വലിയ വർക്കേഴ്സ് കോൺഫറൻസ് നടക്കുമ്പോൾ അമേരിക്കയിൽ നിന്നുള്ളതായ ഒരു വലിയ പ്രാസംഗികൻ വന്ന് ഇന്ത്യയിൽ, ഞങ്ങളുടെ ജമ്മുവിൽ നടക്കുകയാണ്, ഇന്ത്യയിൽ വന്ന് പ്രസംഗിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെല്ലാം പാവപ്പെട്ടവരായിരിക്കുന്നത് ദൈവത്തിൻ്റെ ശാപം നിങ്ങളുടെ മേലുള്ളതുകൊണ്ടാണ്. ഞാനുടെ ഒരു സ്ലിപ്പ് എഴുതി കൊടുത്തു.
പ്ലീസ് ഡു നോട്ട് സ്പീക്ക് ലൈക്ക് ദാറ്റ്, ഇറ്റ് ഇസ് നോട്ട് സ്ക്രിപ്ചറൽ. അങ്ങനെ പ്രസംഗിക്കരുത്, അത് വചനപ്രകാരമല്ല. ഉടനെ അദ്ദേഹം ആ സ്ലിപ്പ് ഇട്ടിട്ട് എന്നെ നോക്കി പറഞ്ഞു, ഇല്ല, ഇതാണ് പുതിയ റെവലേഷൻ. ഞാൻ ഉടനെ സ്റ്റേജിലോട്ട് ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, പ്ലീസ് ഗോ ആൻഡ് സിറ്റ് ഡൗൺ, ഡു നോട്ട് പ്രീച്ച് ഇറ്റ് ഹിയർ, ദിസ് ഈസ് നോട്ട് ദ വേർഡ് ഓഫ് ഗാഡ്. ഇത് ദൈവവചനമല്ല, ഇത് നിനക്ക് വചനം അറിയാവുന്നതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു, പ്ലീസ് ഗോ ആൻഡ് സിറ്റ് ഡൗൺ. അദ്ദേഹത്തെ പ്രസംഗിക്കാൻ അനുവദിച്ചില്ല. ഞാൻ പറഞ്ഞു, വചനം പഠിച്ചിട്ട് വചനം പ്രസംഗിക്കുക. പിന്നെ ആ സഹോദരൻ പറഞ്ഞു, ഞാൻ നിന്നെ ആരും ഇതുപോലെ പരസ്യമായി ആക്ഷേപിച്ചിട്ടില്ല, ഞാൻ നിന്നെ പരസ്യമായി ആക്ഷേപിച്ചതല്ല. ഞാൻ പറഞ്ഞു, ആയിരക്കണക്കിന് ആളുകൾ വന്നിരിക്കുന്നു, നിന്റെ ഇഷ്ടത്തിന് പ്രസംഗിച്ചേച്ച് പോകാനല്ല, വചനം പോലെ പ്രസംഗിക്കണം. പിന്നെ 2 ദിവസം ഇരുന്ന് ആ കർത്താവിന്റെ ദാസൻ കരയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് 3 ഡോക്ടറേറ്റ് ഉണ്ട്, ഞാൻ വിചാരിച്ചു എനിക്ക് വചനമെല്ലാം അറിയാമെന്ന്. ഞാൻ പറഞ്ഞു, നിനക്ക് 3 ഡോക്ടറേറ്റ് എന്ന് പറയുന്നത് തന്നെ വിഡ്ഢിത്തമാണ്. ഈ ദൈവവചനത്തിന് ഒരു സർട്ടിഫിക്കറ്റ് പോലും വാങ്ങിക്കാൻ ആർക്കും കഴിയയില്ല. സയൻസിനാണെങ്കിൽ ഡോക്ടറേറ്റ് എടുക്കാം, ജിയോളജിക്കാണെങ്കിൽ എടുക്കാം, ഇംഗ്ലീഷിനാണെങ്കിൽ എടുക്കാം. ഈ ദൈവവചനത്തിന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ യോഗ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ കഴിയുള്ളൂ. മറ്റാർക്കും ഇതിനൊരു സർട്ടിഫിക്കറ്റ് പോലും കൊടുക്കാൻ കഴിയുകയില്ല. ഞാൻ പറഞ്ഞു, അപ്പം നീ എത്രമാത്രം പഠിപ്പിക്കും? ഞാൻ പറഞ്ഞു, ഞാൻ ഈ മഹാസമുദ്രത്തിൽ നിന്ന് അതിൻ്റെ ഏറ്റവും താണ നഴ്സറി ക്ലാസ്സിൽ ഇരുന്ന് ഒരു സ്പൂണ് കൊണ്ട് കോരി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് കഴിയുന്നത് ഈ മഹാസമുദ്രത്തിൽ നിന്ന്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ PhD ഡോക്ടറേറ്റോ BTH ഒക്കെ ഉള്ളപ്പോൾ വചനം അറിയാമെന്ന് ചിന്തിച്ചു പോകും. അല്ല, വചനം പരിശുദ്ധാത്മാവിൽ കൂടെ പഠിക്കണം. പരിശുദ്ധാത്മാവിൽ കൂടെ പഠിച്ചെങ്കിൽ മാത്രമേ വചനം മനസ്സിലാക്കിയുള്ളൂ. ഇത് സയൻസ് അല്ല, ഇത് ഇംഗ്ലീഷ് അല്ല, ഇത് മാത്തമാറ്റിക്സ് അല്ല, ഇത് ദൈവത്തിൻ്റെ വചനത്താൽ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട ദൈവവചനമാണ്. അത് ആത്മാവിൽ കൂടെ പഠിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ആഴത്തിലേക്ക്, അതിൻ്റെ യഥാർത്ഥത്തിലേക്ക് ഇറങ്ങുവാൻ കഴിയുള്ളൂ. അപ്പോൾ ഭൗതികമായി ദൈവം നമ്മൾക്ക് ആവശ്യമുള്ള ആ കാര്യങ്ങൾ ഞാൻ വീണ്ടും പുറകെ വചനങ്ങൾ മൂലം തെളിയിക്കാൻ പോവുകയാണ്. ആവശ്യമുള്ളത് കർത്താവ് തരുന്നു. എന്നാൽ ദൈവത്തിന് ഇപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി ആത്മീക രാജ്യം മനുഷ്യ ഹൃദയങ്ങളിൽ സ്ഥാപിക്കുക, നമ്മളെ ആത്മീക രാജ്യത്തിൽ കൊണ്ടുവരിക, ഭൗതികമായ കാര്യങ്ങൾക്ക് നമ്മൾക്ക് വേണ്ടത് നൽകുക. മത്തായിയുടെ സുവിശേഷം 6:31 മുതൽ 33 വരെ വായിച്ചാൽ, മത്തായിയുടെ സുവിശേഷം 6:31 മുതൽ 33 വരെ, മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 31 to 33. ആകയാൽ നാം എന്തു തിന്നും, എന്തുടുക്കും, എന്തു കുടിക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. മുൻപേ അവന്റെ രാജ്യവും അന്വേഷിക്കുക, അതോടുകൂടെ നിനക്ക് ആവശ്യമുള്ളത് നിനക്ക് കിട്ടും. നമ്മൾ ചോദിച്ചിട്ടല്ല, നമ്മൾ ചോദിക്കാതെ നമ്മുടെ ദൈവം നമുക്ക് നൽകും. ആകയാൽ നാം എന്ത് തിന്നും, എന്തു കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വാക്കൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നുവല്ലോ. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ചോദിച്ചിട്ടല്ല, ദൈവം നമ്മൾക്ക് നൽകും. നമ്മൾ ചോദിക്കാതെ. മത്തായിയുടെ സുവിശേഷം 6:8 കൂടെ വായിച്ചാട്ടെ. മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 8, 6:8. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുൻപേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. സ്തോത്രം.
പ്രിയ ദൈവജനമേ, കർത്താവിൻ്റെ കൃപയാൽ കഴിഞ്ഞ 40-42 വർഷമായി 35 വർഷത്തിൽ കൂടുതലായി ഞങ്ങൾ ഫുൾ ടൈം മിനിസ്ട്രിയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. വടക്കേ ഇന്ത്യയിൽ, ജമ്മു കാശ്മീരിൽ താമസിച്ചുകൊണ്ട് ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിലും, അതുപോലെ നേപ്പാൾ, ചൈന, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിലും കർത്താവിൻ്റെ വേല പല വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്രയോ കർത്താവിൻ്റെ ദാസന്മാർ ഞങ്ങളോടുകൂടെ ചേർന്ന് നൂറുകണക്കിന് ആയിരക്കണക്കിനായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഞാനിപ്പോഴും വാടക വീട്ടിൽ താമസിക്കുന്നു. ഞങ്ങളുടെ കൂടെയുള്ള കർത്താവിൻ്റെ ദാസന്മാർ അനേകരും വാടക വീടുകളിൽ താമസിക്കുന്നു. പല സ്ഥലങ്ങളിൽ വേലക്കാർക്കുള്ളതായ ട്രെയിനിങ് സെൻറ്റർ അതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്നുവരെയും ദൈവത്തോട്, ദൈവമേ ഞങ്ങളുടെ വീട്ടുവാടക തരണമേ, ഞങ്ങളുടെ ആഹാരത്തിനുള്ള വഴികൾ തരണമേ, ഞങ്ങളുടെ കൺവെൻഷൻ്റെ ഭൗതിക ചെലവുകൾ നൽകണമേ എന്ന് ഒരു പ്രാവശ്യം പോലും പ്രാർത്ഥിക്കുന്നില്ല. എൻ്റെ കൂടെ വന്നിട്ടുള്ള പ്രിയപ്പെട്ടവരോട്, ടീം അംഗങ്ങളോട് ചോദിക്കാം, വാടക വീടുകളിലാണ് താമസിക്കുന്നത്, ആഹാരം ആവശ്യമുണ്ട്, വീട്ടുവാടക കൊടുക്കണം, യോഗങ്ങളുടെ ചെലവുണ്ട്, എത്ര ലക്ഷം രൂപ ഒരു മാസം തന്നെ ആവശ്യമുണ്ട്. എന്നാൽ ദൈവകൃപയിൽ ആശിച്ചുകൊണ്ട് പറയുന്നു, 35 വർഷത്തിൽ കൂടുതലായി ഈ വചനം ഞങ്ങൾ പ്രാക്ടിക്കലായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ പിതാവ് അറിഞ്ഞ് നൽകുന്നു. പിതാവ് നൽകുന്നത് മതി എന്നുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളുടെ കൂടെയുള്ള ആരെങ്കിലും നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം. ഒരു പ്രാവശ്യം പോലും വീട്ടുവാടകയ്ക്കോ ആഹാരത്തിനോ കുഞ്ഞുങ്ങളുടെ ഫീസിനോ യോഗങ്ങൾ നടത്തുന്നതിൻ്റെ ചെലവിനോ വേലക്കാരുടെ ട്രെയിനിങ് സെൻ്ററിനോ ഒരു പ്രാവശ്യം പോലും ഭൗതികമായി ഒന്നും ചോദിക്കുകയില്ല. ഒരു പ്രാവശ്യം പോലും ചോദിക്കുകയില്ല. എല്ലാം പിതാവ് ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾക്ക് നൽകിത്തരുന്നു. അതുകൊണ്ട് ഞാൻ ഈ പഠിപ്പിക്കുന്നത് പ്രായോഗികമായി അനുഭവിച്ച് നിങ്ങളോട് പഠിപ്പിക്കുക. ഈ മെഡിക്കൽ ഡോക്ടേഴ്സ് ട്രെയിനിങ് എടുക്കുമ്പോൾ അവർക്ക് ഒരുപാട് പ്രാക്ടിക്കലായിട്ട് ഡെഡ് ബോഡിയിൽ ഓപ്പറേഷനൊക്കെ നടത്തും. മരിച്ച ശവശരീരത്തിന്മേൽ ഓപ്പറേഷനൊക്കെ നടത്തി അവർ പ്രാക്ടിക്കലായിട്ട് അതിന് കാര്യം മനസ്സിലാക്കും. അതിനുശേഷം അവർ നല്ല ഡോക്ടർമാരായി മുൻപോട്ട് പോകും. കഴിഞ്ഞ കാലങ്ങളിൽ, ആരംഭകാലങ്ങളിൽ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നവർക്ക് കഷ്ടതയുടെയും പട്ടിണിയുടെയും നിന്ദയുടെയും അപമാനത്തിൻ്റെയും ഒക്കെ പ്രാക്ടിക്കൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പ്രാക്ടിക്കൽ കുറവാണ്. തിയറി കൂടുതൽ അറിയാം. എന്നാൽ തിയറി അറിഞ്ഞതുകൊണ്ട് കാര്യം നടക്കുകയില്ല. പ്രാക്ടിക്കലായി ദൈവത്തെ അനുഭവിച്ച് അറിയണം. കർത്താവിൻ്റെ വചനത്തിലൂടെ നാം വായിക്കുന്നല്ലോ, രുചിച്ചു നോക്കി അവനെത്ര നല്ലവനെന്ന് രുചിച്ചു നോക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞതുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഭൗതിക കാര്യങ്ങൾ നാം പറയാതെ നമ്മുടെ ദൈവം സകലതും അറിഞ്ഞ് ചെയ്യുന്നവനാണ്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം, ഒരു ചെറിയ സംഭവം പറയാം. ഞങ്ങൾ ജമ്മുവിൽ, ഉദംപൂരിൽ കർത്താവിൻ്റെ വേല ആരംഭിച്ചു. അവിടെ ഞാൻ ക്യാപ്റ്റനായിരുന്നു, എഞ്ചിനീയറായിരുന്നു. പെൻഷനൊന്നും എടുക്കാതെ റിസൈൻ ചെയ്യുകയായിരുന്നു. ആദ്യം ഞാൻ റിസിഗ്നേഷൻ കൊടുത്തപ്പോൾ ഇന്ത്യയുടെ പാകിസ്ഥാനോടും ചൈനയോടും ഒക്കെ യുദ്ധം ചെയ്യുന്നതിനും അങ്ങനെ നല്ല പഠനമായി പോകുവാൻ കർത്താവിന് കൃപ നൽകി. എന്നാൽ അതിനുശേഷം ആത്മീയമായി കർത്താവിൻ്റെ വേലയിലേക്ക് പോകണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവിനെ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ ജോലി രാജിവെക്കാനായി എഴുതി കൊടുത്തത്. അപ്പോൾ ജോലി രാജിവെക്കാൻ എഴുതി കൊടുത്തപ്പോൾ ഉടനെ എനിക്ക് അവർ മേജറായിട്ട് പ്രൊമോഷൻ കൊടുത്തു. ഞാൻ പറഞ്ഞു, എനിക്ക് പ്രൊമോഷനല്ല വേണ്ടത്, എനിക്ക് രാജി വേണം.
അപ്പോൾ അവർ പറഞ്ഞു 2.5 വർഷം കൂടെ താമസിച്ചാൽ മിനിമം പെൻഷൻ. ഞാൻ പറഞ്ഞു 2.5 വർഷമല്ല, എനിക്ക് അല്പം പോലും താമസിക്കാൻ ഒക്കുകയില്ല. 2ാമത്തെ പ്രാവശ്യം അവരെൻ്റെ രാജി തള്ളിക്കളഞ്ഞു. 3ാമത്തെ പ്രാവശ്യം ഞാൻ പ്രസിഡന്റ് ഓഫ് പെർമനന്റ് കമ്മീഷൻ്റെ ഓഫീസർ ആയതുകൊണ്ട് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടി വന്നു. അപ്പോൾ പറഞ്ഞു 7 മാസം കൂടെ താമസിച്ചാൽ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് തന്നെ നല്ലൊരു തുകയാണ്, അത് കിട്ടും. ഞാൻ അതും എനിക്ക് വേണ്ട. അപ്പോൾ 3 ലഫ്റ്റനന്റ് ജനറലേഴ്സിനെ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുവാനായിട്ട് അയച്ചു. അവർ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് മതി, എനിക്ക് 1 രൂപ പോലും വേണം. ഞാൻ 7 സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ്റിന് എഴുതി കൊടുത്തു. ഞാൻ ഗവൺമെൻറ്റിനോടൊന്നും ക്ലെയിം ചെയ്യുകയില്ല എന്ന് പറഞ്ഞാണ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത്. ഞാൻ അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇന്ത്യൻ മിലിറ്ററിയിലായിരുന്നപ്പോൾ എനിക്ക് മാസം തോറും ശമ്പളം ബാങ്കിൽ ക്രമേണ ഒരു ദിവസവും ഒരു പ്രാവശ്യം പോലും ലേറ്റ് ആകാതെ ബാങ്കിൽ പണം ഗവൺമെൻറ് ക്രെഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾക്കൊന്നിനും കുറവില്ലായിരുന്നു. ഞാൻ രാജാതിരാജാവിൻ്റെ വേലയ്ക്കിറങ്ങുകയാണ്. ഞാൻ ഒരു മനുഷ്യരോടും സഹായം ചോദിക്കാതെ, ഒരു മനുഷ്യരുടെയും ഫിനാൻഷ്യൽ സപ്പോർട്ട് വാങ്ങാതെ വിശ്വാസത്താൽ നിന്റെ വേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് ഇറങ്ങിയത്. അന്ന് ബാങ്കിൽ ലോവസ്റ്റ് മിനിമം 10 രൂപയായിരുന്നു. ഇന്ന് 500 1000 ഒക്കെയാണ് ലോവസ്റ്റ് ആയിട്ടുള്ളത്. അന്ന് 10 രൂപയായിരുന്നു. അപ്പോൾ എൻ്റെ പേരിൽ ഒടുവിൽ ഗഡി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വെറും 10 രൂപ മിനിമം വെച്ച് ബാക്കി മുഴുവൻ പണവും വിഡ്രോ ചെയ്ത് കർത്താവിൻ്റെ വേലയ്ക്ക് ഉപയോഗിച്ച ശേഷമാണ് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. 1975 ഇറങ്ങി. അന്ന് മുതൽ ഇന്നുവരെയും ഒരു മനുഷ്യരോട് എൻ്റെ ഭൗതിക ആവശ്യങ്ങൾ പറയാതെ, വേലയുടെ ആവശ്യങ്ങൾ എഴുത്തിൽ കൂടെയോ പരസ്യമായോ ന്യൂസ് ലെറ്ററിൽ കൂടെ അറിയിക്കാതെ, ദൈവത്തോട് പോലും ഒരു പ്രാവശ്യം പോലും പ്രാർത്ഥിക്കാതെ, ഇന്നുവരെയും ഈ നാഴിക വരെയും സ്വർഗസ്ഥനായ പിതാവ് സകല ആവശ്യങ്ങളും തക്ക സമയത്ത് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. നമ്മൾ ചോദിക്കാതെ, എൻ്റെ ഭാര്യയും ഇവിടെ വന്നിട്ടുണ്ട്, ഭാര്യയോട് നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ ഒരു ചെറിയ സംഭവം പറയട്ടെ. ഞാൻ ഉദംപൂർ ഗഡിയിൽ അവിടെയായിരുന്നു എൻ്റെ മക്കളെല്ലാം പഠിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ കർത്താവിൻ്റെ വേലയിലായതിനു ശേഷം പണം വളരെ കുറവായിരുന്നത് കൊണ്ട് ആവശ്യത്തിന് വസ്ത്രങ്ങളോ കുഞ്ഞുങ്ങളോ യൂണിഫോമോ ധാരാളമില്ലായിരുന്നു. അപ്പോൾ എൻ്റെ മകൻ ഒരു യൂണിഫോമേ ഉള്ളൂ. തണുപ്പ് സമയത്ത് ഒരു ജോഡി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ജോഡി വീണ്ടും വീണ്ടും ഉപയോഗിച്ച് അത് വീണ്ടും അങ്ങനെ കുറച്ചൊക്കെ തേഞ്ഞൊക്കെ ഇതായി. അപ്പോൾ എൻ്റെ ഭാര്യ അത് രാത്രിയിൽ നല്ലപോലെ തയ്ച്ചങ്ങനെ കൊണ്ടുപോകും. ഒരു പ്രാവശ്യം അവൻ സ്കൂളിൽ പോയിച്ച് മടങ്ങി വരുമ്പോൾ അവൻ അവൻ്റെ ബാഗ്, പുസ്തകങ്ങൾ വയ്ക്കുന്ന ബാഗ് കൊണ്ട് പുറകിൽ ഇങ്ങനെ മറച്ചിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, പപ്പ നാളെ മുതൽ സ്കൂളിൽ പോകാൻ ഒക്കുകയില്ല. ഞാൻ പറഞ്ഞു എന്താണ്? അപ്പോൾ അവൻ ബാഗ് മാറ്റി കഴിച്ചപ്പോൾ ആരോ ഒരു കുസൃതിയുള്ള അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പെൻസിലിട്ടിട്ട് അവൻ്റെ കീറിയിരുന്ന അല്പം കീറിയിരുന്ന പാൻറ്റിൻ്റെ പുറകുവശം മുഴുവൻ ഹിപ്പോട്ടങ്ങ് കീറി. അപ്പോൾ ഈ പുറം മുഴുവനും കാണത്തക്ക നിലയിൽ ആയി. അങ്ങനെ ബാഗ് കൊണ്ട് മറച്ചാണ് വന്നത്. അപ്പം അത് തയ്ക്കാനും യാതൊരു നിവൃത്തിയുമില്ല. കാരണം അതിൻ്റെ ബലം മുഴുവനും, ആ വസ്ത്രത്തിൻ്റെ ബലം മുഴുവനും കഴിഞ്ഞതാണ്, കീറിയത് പഴം തുണിയായതാണ്. ഞാൻ പറഞ്ഞു സാരമില്ല, നീ പോയി വിശ്രമിക്കുക, കർത്താവ് ദൈവം തൻ്റെ സമയത്ത് നമ്മൾക്ക് നൽകിത്തരും. അവൻ പോയി കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു മണി ഓർഡർ ഒരാൾ കൊണ്ടുവന്നു, പോസ്റ്റ്മാൻ കൊണ്ടുവന്നു. ആ മണി ഓർഡർ കൂപ്പൺ ബോംബെയിൽ നിന്ന് അയച്ചിരിക്കുകയാണ്. ആ മണി ഓർഡർ കൂപ്പണിൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുകയാണ്, ദിസ് എമൗണ്ട് ഈസ് ഫോർ ദ യൂണിഫോം ഓഫ് യുവർ ചിൽഡ്രൻ. എനിക്കൊരു മകനും മകളുമുണ്ട്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുകയാണ്. അപ്പം ഞാൻ നോക്കിയപ്പം അത് ആരാ അയച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ 5-6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ അയച്ചപ്പോൾ അതിൻ്റെ കൂടെ എഴുത്തൊക്കെ അയച്ചു. അവരെ എങ്ങനെയോ മറ്റുള്ളവരിൽ നിന്ന് അഡ്രസ്സ് തേടി പിടിച്ച് ബോംബെയിൽ നിന്ന് അയച്ചതാണ്. അപ്പോൾ ഞാൻ മകനെ വിളിച്ചു പറഞ്ഞു, മകൻ ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചിട്ട്, ദിസ് എമൗണ്ട് 300 രൂപയുണ്ട്. 300 രൂപയുണ്ട്. ദിസ് എമൗണ്ട് ഈസ് ഫോർ ദ യൂണിഫോം ഓഫ് യുവർ ചിൽഡ്രൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വസ്ത്രത്തിന് വേണ്ടി ഈ പണം അയച്ചിരിക്കുകയാണ്. അന്ന് തന്നെ ഉച്ചയ്ക്ക് പോയി വസ്ത്രങ്ങൾ മേടിച്ചു, തയ്പ്പിച്ചു, പിറ്റേ ദിവസം പോകാനിടയായി. അപ്പോൾ എൻ്റെ മകൻ്റെ പാൻറ് അങ്ങനെ കീറുമെന്നുള്ളത് ഞാൻ അറിഞ്ഞിരുന്നില്ല. അതിനെ കുറഞ്ഞതൊരു 2 ആഴ്ചയ്ക്ക് മുമ്പിലെങ്കിലും സ്വർഗസ്ഥനായ ദൈവം പ്ലാൻ ചെയ്ത് ബോംബെയിൽ ഞങ്ങൾ അറിയാത്ത ഒരാളോട് പറഞ്ഞിട്ട് അവർ അഡ്രസ്സ് തേടിപ്പിടിച്ച് ആ പാൻറ് കീറിയ ആ ദിവസം
ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരുവാനിടയായി. ഞാൻ ഒരു സംഭവം മാത്രമേ പറഞ്ഞുള്ളൂ. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ പറയുവാനുണ്ട്. അതുകൊണ്ട് ഞാൻ അനുഭവിച്ചുകൊണ്ട് പറയുകയാണ്, ഭൗതികമായ കാര്യങ്ങൾ മുൻപേ അവൻ്റെ രാജ്യം അന്വേഷിക്കുക, അതോടുകൂടെ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ചോദിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ദിവസങ്ങളിൽ ഈ ഭൗതിക കാര്യങ്ങൾ ചോദിക്കുന്നത് തെറ്റോ ശരിയോ എന്നുള്ളത് വചനപ്രകാരം നാം ചിന്തിക്കുവാൻ പോകുകയാണ്, പഠിപ്പിക്കുവാൻ പോകുകയാണ്. ആ വിഷയങ്ങളിലേക്ക് നാം ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സമയത്ത് ദൈവത്തിൻ്റെ ഉദ്ദേശം ആത്മീക രാജ്യം സ്ഥാപിക്കുക. നമ്മിലെല്ലാം ദൈവത്തിൻ്റെ ആത്മീക രാജ്യം അതിൻ്റെ മുഴുബലത്തോടെ ഉണ്ടായിരിക്കട്ടെ എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആത്മീക രാജ്യം നമ്മിൽ വന്ന് സ്ഥാപിക്കുവാൻ ദൈവം ആഗ്രഹിച്ചപ്പോൾ ദൈവം തീരുമാനിച്ചത് ഭൗതികമെല്ലാം സാത്താൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. അതിൻ്റെ ശേഷം നമ്മൾക്ക് ആവശ്യമുള്ളത് ദൈവം തന്നെ നമുക്ക് നൽകുക. അതുകൊണ്ട് ആത്മീയവും ഭൗതികവും കൂടെ കലർത്തിക്കൊണ്ട് പോയാൽ യഥാർത്ഥ ആത്മീക രാജ്യത്തിൻ്റെ മധുരം അതെത്ര ശക്തിയുള്ളതാണ്, അതെത്ര ബലമുള്ളതാണ് എന്നുള്ളത് അനുഭവിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. അപ്പോൾ നാം ദൈവത്തോടെ ഭൗതികമായ കാര്യങ്ങൾ ചോദിച്ചാൽ ദൈവം തരികയില്ലേ? തീർച്ചയായിട്ടും ദൈവം തരും. അങ്ങനെ നിങ്ങൾക്ക് അനേക കാര്യങ്ങൾ ദൈവം ജോലി തന്നിട്ടുണ്ട്, നല്ല വീട് വാങ്ങാൻ ഉള്ള വഴികൾ തുറന്നു തന്നിട്ടുണ്ട്. അതുപോലെ പല ഭൗതിക കാര്യങ്ങൾ, അനേക കാര്യങ്ങൾക്ക് ദൈവം നിങ്ങൾ ചോദിച്ചപ്പോൾ തന്നു. അത് ദൈവം തന്നെയാണ് തന്നത്. എന്നാൽ അതുകൊണ്ട് വീണ്ടും അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതല്ല. നാം മെച്യൂർ ആകണം, നാം വളർച്ച പ്രാപിക്കണം. ഉദാഹരണമായി, നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ ചന്തയിൽ അല്ലെങ്കിൽ ഷോപ്പിൽ സാധനങ്ങൾ മേടിക്കാൻ പോവുകയാണ്. അരിയും സാധനങ്ങൾ മേടിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കൂടെ 5 വയസ്സുള്ളൊരു കുഞ്ഞുമുണ്ട്. അപ്പോൾ കുഞ്ഞ് ആ കടയിൽ ചെന്നപ്പോൾ അവിടെ ഒരു ബലൂൺ കണ്ടു, അല്ലെങ്കിൽ ഒരു റബ്ബർ പന്ത് കണ്ടു, അല്ലെങ്കിൽ ഒരു പാവ കണ്ടു. ഉടനെ കരയാൻ തുടങ്ങി, എനിക്ക് പാവ വേണം, പാവ വേണം, പാവ വേണം. ഉടനെ തീർച്ചയായിട്ടും നിങ്ങളുടെ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ആ പാവ മേടിച്ചു കൊടുക്കും. എന്നാൽ ഒരു 15 വർഷം കഴിഞ്ഞ് ആ കുഞ്ഞിന് 20 വയസ്സായി. നിങ്ങൾ വീണ്ടും കടയിൽ ചെല്ലുമ്പോൾ സാധനങ്ങൾ മേടിക്കാനായിട്ട് പോകുന്നത്, അന്നേരം ആ കുഞ്ഞ് 20 വയസ്സായ കുഞ്ഞ് പാവ വേണമെന്ന് പറഞ്ഞാൽ, ആ ബോൾ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? നീ ഇന്നും കൊച്ചു കുഞ്ഞാണോ? നീ മുൻപ് 15 വർഷത്തിന് മുമ്പേ പാവ വേണമെന്ന് പറഞ്ഞ് മേടിച്ചു തന്നു. ഇപ്പോൾ നീ പ്രായമുള്ളവനായിരിക്കുകയാണ്. നമുക്കിപ്പോൾ പാവയല്ല വേണ്ടത്, വീട്ടിൽ അരിയും സാധനങ്ങളുമാണ് വേണ്ടത്. മകനെ, അതാണ് മേടിക്കേണ്ടത്. അപ്പോൾ നാം വളർച്ച പ്രാപിച്ചു കഴിയുമ്പോൾ, ആത്മാവിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിപ്പാനേ മനസ്സ് വരികയില്ല. നാം ബാലരായിരുന്നപ്പോൾ, ശിശുക്കളായിരുന്നപ്പോൾ, നാം ഇത്ര പരിജ്ഞാനമില്ലാത്തവരായിരുന്നപ്പോൾ പാവ പോലെ ഭൗതികമായ കാര്യങ്ങൾ ചോദിച്ചത് കർത്താവ് തന്നു. അതിൻ്റെ അർത്ഥം വീണ്ടും ഇനിയും കാറും മോട്ടോർ സൈക്കിളും മറ്റേതെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കണമെന്നല്ല. അതെല്ലാം വെറും പാവ മാത്രമാണ്. അതെല്ലാം വെറും ടോയ്സ് മാത്രമാണ്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് വെറും കുപ്പ മാത്രമാണ്. അത് വെറും ഗാർബേജ് മാത്രമാണ്. ഈ ലോകത്തുള്ള ധനങ്ങൾ, ഈ ലോകത്തുള്ള വസ്തുക്കൾ, ഈ ലോകത്തുള്ള വീടുകൾ, ഈ ലോകത്തുള്ള സമ്പാദ്യങ്ങൾ വെറും ഗാർബേജ്, വെറും കുപ്പ മാത്രമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, ദൈവരാജ്യത്തിൻ്റെ മാധുര്യം അനുഭവിച്ച ഒരു ദൈവത്തിൻ്റെ മുൻപാകെ ഈ കോടിക്കണക്കിനുള്ളതായ വീടുകളോ വസ്തുക്കളോ വെറും കുപ്പ മാത്രമാണ്. അത് നാം ആത്മാവിൽ വളർച്ച പ്രാപിക്കാത്തതിനാൽ അതെല്ലാം നമുക്ക് വലുതായിട്ട് തോന്നും. എന്നാൽ സിയോനിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു യാത്രികന് മുൻപിൽ ഇതെല്ലാം വെറും കുപ്പ മാത്രമാണ്, ഒന്നും വിലയില്ലാത്തതാണ്. കാരണം അല്പനേരത്തേക്ക് മാത്രം, നമ്മുടെ ശരീരത്തിന് മാത്രം കൊള്ളാവുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ രാജ്യം നാം പഠിക്കുമ്പോൾ ആത്മീകവും ശാരീരികവും കൂടെ
ഇടകലർത്തിപ്പോയാൽ ആ ദൈവിക രാജ്യത്തിൻ്റെ യഥാർത്ഥ ശക്തി നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയുകയില്ല. ഈ ലോകത്തിൻ്റെ സമ്പത്തുകൾ ദൈവം സാത്താനെ ഏൽപ്പിച്ചിരിക്കുക. നമ്മൾക്കത് വേണ്ട, നാം അത് ചോദിക്കുന്നില്ല എന്ന് അറിയുമ്പോഴേ സാത്താന് ഭയമായി. എൻ്റെ സമ്പത്തൊന്നും ഇവന് വേണ്ടായല്ലോ, എൻ്റെ കയ്യിലുള്ളതൊന്നും ഇവന് വേണ്ടായല്ലോ, എൻ്റെ കൺട്രോളിലുള്ളതൊന്നും ഇവന് വേണ്ടായല്ലോ, അപ്പോൾ ഇവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഭയമായി. എന്നാൽ നിങ്ങൾ ദൈവത്തോട്, കർത്താവേ എനിക്കൊരു 10 സെൻറ്റ് കൂടെ ഭൂമി തരണമേ, കർത്താവേ എനിക്കൊരു വീട് കൂടെ തരണമെന്ന് പറയുമ്പോൾ സാത്താൻ പറയാം, എൻ്റെ കൈവശമുള്ളതൊക്കെ ഇവൻ ആവശ്യമായി വന്നിരിക്കുകയാണ്, അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് വരും, ഇവനെ എനിക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താൻ കഴിയും എന്നുള്ള ചിന്ത സാത്താൻ വന്ന് നിങ്ങളുടെ അടുക്കൽ വട്ടം കൂടാൻ തുടങ്ങും. എന്നാൽ കർത്താവ് നിങ്ങളോട്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങൾ ഓർക്കുന്നല്ലോ, പഴയ നിയമകാലത്ത് ഭൗതികമായി നന്മകൾ കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചത് ആ കാലത്തുള്ള ജനങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടിയാണ്. ഏത് ദൈവമാണ് ഭൗതിക നന്മകൾ തരുന്നത്, അവനാണ് വലിയ ദൈവമെന്ന് ജനങ്ങൾ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് അബ്രഹാം മുതൽ പഴയ നിയമ വിശുദ്ധന്മാർക്ക് ഭൗതിക നന്മകൾ കൊടുത്ത് അവൻ വലിയ ദൈവമാണെന്ന് തന്നെ വെളിപ്പെടുത്തി. എന്നാൽ സ്വർഗരാജ്യത്തിൻ്റെ ദൂത് വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഒരുവൻ എന്നെ പിൻപറ്റുവാൻ ഇച്ഛിച്ചാൽ അവനുള്ളതൊക്കെയും ത്യജിക്കണം, അവനുള്ളതൊക്കെയും ത്യജിക്കണം. അവനുള്ള സകലം ത്യജിക്കുന്നില്ല എങ്കിൽ അവനൊരു ശിഷ്യനായിരിക്കാൻ കഴിയയില്ല. അപ്പോൾ രണ്ടും രണ്ടാണ്. അപ്പോൾ ഒരേ പുസ്തകത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നു. അതിന് രണ്ടിൻ്റെയും അർത്ഥം നല്ലവണ്ണം മനസ്സിലാക്കി മുൻപോട്ട് പോകണം. അപ്പോൾ ദൈവരാജ്യം കാര്യം മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്ലാൻ, ദൈവത്തിൻ്റെ നേച്ചർ എന്താണ്? നമ്മൾ ആവശ്യപ്പെടാതെ, നാം ചോദിക്കാതെ നമുക്ക് സകലതും നൽകുവാൻ കഴിയുള്ളവനാണ്. ആദാമിൻ്റെ കാര്യം നമ്മൾ എടുത്തു നോക്കിയാൽ, ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് ആദാമിന് വേണ്ടതായ സകല തോട്ടത്തിലെ സകലവും ദൈവം സൃഷ്ടിച്ചു. ആദാം ദൈവത്തോട്, എൻ്റെ ദൈവമേ എനിക്കിത് വേണമെന്ന് ഒരിക്കലും ഒന്നും പറഞ്ഞില്ല. ഒടുവിൽ ആദാമിന് കൂട്ടാളിയായ ഹവ്വായെ കൂടെ ആദാം പറഞ്ഞിട്ടല്ല ദൈവം കൊടുത്തത്. ദൈവത്തിന് മനസ്സിലായി, ആദാം തനിയെ ഇരിക്കുന്നത് നന്നല്ല, ഞാൻ ഒരു തുണയാളിയെ കൊടുക്കും. അപ്പോൾ ആദാം ചോദിക്കാതെ തന്നെയാണ് ദൈവം ഹവ്വായെ തനിക്ക് വേണ്ടി കൊടുത്തത്. അതുപോലെ നാം ചോദിക്കുന്നതിന് മുൻപേ, മത്തായിയുടെ സുവിശേഷം 6:8 വീണ്ടും ഒന്നുകൂടെ വായിച്ചാട്ട്. മത്തായിയുടെ സുവിശേഷം 6:8 വീണ്ടും ഒന്ന് വായിച്ചാട്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുൻപേ, സ്തോത്രം, നിങ്ങൾ യാചിക്കും മുൻപേ നിങ്ങൾക്ക് ഇന്നത് ആവശ്യമെന്ന് നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. സ്തോത്രം. അതുകൊണ്ട് ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് യാചിച്ച് നാം ഇന്ന് ഈ വചനം പഠിപ്പിക്കുവാൻ ദൈവം എന്നെ നിർബന്ധിച്ചത്, കേരളത്തിൽ ആരംഭകാലങ്ങളിൽ വിശുദ്ധന്മാർ ഈ ലോകത്തെ ത്യജിച്ചുകൊണ്ട് പരദേശ യാത്രക്കാരായി യാത്ര ചെയ്തുകൊണ്ടിരുന്നു. അവർ അധികാരത്തോടുകൂടെ രോഗത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, ടൈഫോയിഡ് വന്നാൽ ടൈഫോയിഡിനെ വെല്ലുവിളിക്കുമായിരുന്നു, മഞ്ഞപ്പിത്തം വന്നാൽ മഞ്ഞപ്പിത്തം വെല്ലുവിളിക്കുമായിരുന്നു, പട്ടിണി വന്നാൽ പട്ടിണിയെ വെല്ലുവിളിക്കുമായിരുന്നു. അങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ട് അവർ മുൻപോട്ട് പോയി. എന്നാൽ കാലം കുറച്ച് കഴിഞ്ഞ് സാത്താൻ ചെറുകെ ഭൗതികമായി ചില കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ദൈവമക്കളുടെ ഇടയിൽ ആത്മീയവും ഭൗതികവും രണ്ടും കൂടെ കലർന്ന് ബലം കുറഞ്ഞ നിലയിലായിപ്പോയി. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ഒരു ഉദ്ധാരണം അത്യാവശ്യമാണ്. അതിൽ നിന്ന് ഒരു തിരിച്ചുവരവ് അത്യാവശ്യമാണ്. അപ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ശക്തി അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് കുറച്ച് അന്യഭാഷ പറയുന്നതല്ല, കുറച്ച് വയറ്റുനോവോ തലനോവോ ഡയബറ്റീസോ ബ്ലഡ് പ്രഷറോ സൗഖ്യമാക്കുന്നതല്ല ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ശക്തി. ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ശക്തിയെക്കുറിച്ചും നമ്മൾ പഠിക്കുവാൻ പോവുകയാണ്. കർത്താവ് മുഴുവനും പഠിക്കുവാൻ സമയമില്ല എന്തെങ്കിലും കഴിയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ രാജ്യം ആദ്യമായി നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒന്നാമത്തെ കാര്യം, ആത്മീകവും ഭൗതികവുമായി ഇടകലർത്താതെ ദൈവം ഇപ്പോൾ
നമ്മിൽ കൂടെ ആഗ്രഹിക്കുന്നത് നാം ആത്മീക രാജ്യത്തിനു വേണ്ടി ശ്രദ്ധാലുക്കളായിരിക്കുക. ഭൗതിക കാര്യങ്ങൾ ദൈവം തൻ്റെ ഇഷ്ടം പോലെ തരട്ടെ, ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ തരട്ടെ. ഞങ്ങൾ അനേക പട്ടിണികൾ കിടന്നിട്ടുണ്ട്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയതിന് ശേഷമായി എൻ്റെ ഭാര്യയുണ്ട്, ഞാനും മക്കളുമായിട്ട് എത്ര ദിവസങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്. അതിനായി അങ്ങനെയുള്ള അനുഭവങ്ങൾക്കായി ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിൽ ആഹാരമൊന്നുമില്ല. ഞാൻ അതേ പട്ടണത്തിൽ വണ്ടിയിലും കാറിലും സ്റ്റാഫുകളും വലിയ ഓഫീസറായി വലിയ രീതിയിൽ വലിയ ബംഗ്ലാവ് പോലെ താമസിച്ചാണ്. ഫ്രിഡ്ജും ഫ്രീസറും ഒക്കെ വെച്ച് വലിയ ആർഭാടമായി അതേ പട്ടണത്തിൽ തന്നെ ജീവിച്ചതാണ്. എന്നാൽ അവിടെ തന്നെയാണ് അതെല്ലാം വിട്ടിട്ട് ഒരു ചെറിയ സ്ഥലത്തേക്ക് മാറി ഒന്നുമില്ലാത്ത നിലയിൽ വേല ആരംഭിക്കാനിടയായി. ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ ആഹാരം ഒന്നുമില്ല. മകനും മകളും അവർക്ക് ആഹാരം ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ചായയോ പാലോ പഞ്ചസാരയോ ഒന്നുമില്ല. കുഞ്ഞുങ്ങൾ വിശന്ന് രാത്രിയിൽ ഉറങ്ങി. രണ്ടാമത്തെ ദിവസവും ഒന്നുമില്ല. ചായയാട്ട ഒരു ചെറിയ സാധനം പോലും, ഒരു ബിസ്ക്കറ്റോ അല്ലെങ്കിൽ അല്പം അരിയോ ഒന്നുമില്ല. ഞങ്ങൾ സാധാരണ ഞാനും ഭാര്യയും കൂടെ ഞങ്ങൾ മുൻപോട്ട് പോയിരുന്നത് ഏതെങ്കിലും ഭൗതികമായ കാര്യങ്ങൾ കുറവ് വരുമ്പോൾ അല്പം അരിയുണ്ടെങ്കിൽ അരി വാങ്ങിയിട്ട് അതിൻ്റെ ചോറ് കുഞ്ഞുങ്ങൾ കൊടുക്കും. ഞാനും ഭാര്യയും കൂടെ കഞ്ഞിവെള്ളം കുടിച്ചുകൊണ്ട് അങ്ങനെ ഞങ്ങൾ പല ദിവസങ്ങൾ കഴിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ ചോറുമില്ല, കഞ്ഞിവെള്ളവുമില്ല, ഒന്നുമില്ല. ആ നിലയിലായി. മൂന്നാമത്തെ ദിവസം മകൻ കരയുകയാണ്. അപ്പം കരഞ്ഞ് അവൻ്റെ നാക്ക് മുകളിൽ അണ്ണാക്കിനോട് വറ്റിയ നിലയിലാണ്. അപ്പം പപ്പാ നാളെ വല്ലതും കിട്ടുമോ എന്നുള്ളത് പറയാൻ തന്നെ മുഴുവൻ കഴിയും. അപ്പം രാത്രി 10-11 അപ്പോൾ അവനത് കഴിഞ്ഞ് മയങ്ങി. ഞാൻ വിചാരിച്ചു ഒരു പക്ഷെങ്കിൽ വിശപ്പുകൊണ്ട് എൻ്റെ മകൻ മരിക്കുവാനുള്ളതായ സമയം അടുത്തിരിക്കുകയാണ്. ഞാനപ്പോൾ അവൻ്റെ തലയിൽ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, വിശപ്പുകൊണ്ട് എൻ്റെ മകൻ മരിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ജമ്മു കാശ്മീരിൽ വന്ന് ഇവിടുത്തെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളോടും സുവിശേഷം അറിയിക്കുവാൻ എൻ്റെ പൈതൽ ഇങ്ങനെ വിശപ്പുകൊണ്ട് മരിക്കുകയാണെങ്കിൽ കർത്താവേ, അതിൽ കൂടുതൽ ഭാഗ്യം എനിക്ക് വേറൊന്നുമില്ല, കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ എന്നിട്ടും കർത്താവേ ആഹാരം തരണമേ, അല്ലെങ്കിൽ അടുത്തുള്ള കടയിൽ ചെന്നിട്ട് 1 രൂപയ്ക്കോ 2 രൂപയ്ക്കോ കടം മേടിക്കാനോ 1 രൂപ പോലും കടമെടുക്കുകയില്ല. കടക്കാരിൽ നിന്ന് അവർ ചോദിച്ചാൽ തരും. അല്ലെങ്കിൽ ആരോടും 1 രൂപ പോലും കടമെടുക്കാതെ, 1 നയാ പൈസ പോലും കടമെടുക്കാതെ അങ്ങനെ അവിടെ മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ രാത്രിയിൽ ഞാൻ വിചാരിച്ചു രാവിലെ മകൻ മരിച്ച നിലയിലായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ അല്പം പോലും ഭാരപ്പെടാതെ അങ്ങനെ സുവിശേഷത്തിന് വേണ്ടി എൻ്റെ മകൻ ഇവിടെ മരിക്കുവാനിടയാണ്, അതിൽ കൂടുതൽ ഭാഗ്യം എന്താണ് എന്ന് പറഞ്ഞ് ഞാൻ കർത്താവിൽ സന്തോഷിച്ചുകൊണ്ടിരുന്നു. എന്നാൽ വെളുപ്പിന് 4 മണി ആയതോടുകൂടെ ഒരു ബ്രാഹ്മണ പൂജാരി ഒരു ബാഗിനകത്ത് ഗോതമ്പും വെജിറ്റബിളും എല്ലാം കൂടെ വന്ന് ഞങ്ങളുടെ കതകിന് മുട്ടുകയാണ്. അപ്പം ഞാൻ കതക് തുറന്നു നോക്കിയപ്പോൾ ബ്രാഹ്മണൻ പൂജാരി നിൽക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് കുറച്ച് മുൻപ്, ഞങ്ങൾ താമസിക്കുന്നത് 7 കിലോമീറ്റർ ദൂരെയാണ്, ഞാൻ അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇന്ന് രാവിലെ ഈ വെളുപ്പിന് 4 മണിക്ക് ഇത്രയും ദൂരം നീ നടന്നു വരാൻ കാരണം എന്താ? ഉടനെ പറഞ്ഞു, ഞാൻ 1 മണിക്ക് എൻ്റെ ക്ഷേത്രത്തിൽ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ പുതിയ ഗോതമ്പ് പൊടി ആരംഭിക്കുന്നതിന് മുമ്പേ അവരുടെ ദൈവത്തിന് കൊടുത്തിട്ട് പുതിയ ഗോതമ്പ് പൊടി ഓരോ സീസൺ കഴിഞ്ഞ് പുതിയ ഗോതമ്പ് പൊടി അവർ ദൈവത്തിന് കൊടുത്തിട്ടാണ്. അപ്പം അത് ഉപയോഗിക്കാനെടുത്തപ്പോൾ പെട്ടെന്ന് നിന്റെ മുഖം എൻ്റെ മനസ്സിൽ വരികയും ഈ ഗോതമ്പും മറ്റ് സാധനങ്ങളും എല്ലാം നിന്റെ വീട്ടിൽ കൊണ്ടുതരണം എന്ന് ആരോ എന്നോട് നിർബന്ധിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് തിരിച്ച് 7 കിലോമീറ്റർ രാത്രിയിൽ നടന്ന് 4 മണിയായപ്പോൾ ഞങ്ങളുടെ കതക് മുട്ടുകയാണ്. ആരാണ്? ക്രിസ്ത്യാനികൾ ആരുമല്ല, ഒരു ഹിന്ദു ബ്രാഹ്മണ പൂജാരി കയ്യിൽ ഗോതമ്പും സാധനം കൊണ്ടുവന്നു. എൻ്റെ മകൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേ, എൻ്റെ ഭാര്യ സാക്ഷിയായി ഇവിടെയുണ്ട്, എഴുന്നേൽക്കുന്നതിന് മുമ്പേ അവൻ ആഹാരം ഉണ്ടാക്കി കൊടുക്കുവാൻ കർത്താവ് കൃപ നൽകി. കർത്താവിന് സ്തോത്രം. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ അനുഭവിച്ച കാര്യമാണ്. ഞങ്ങളുടെ വീട്ടിൽ ആഹാരമില്ല എന്നുള്ളത് ബ്രാഹ്മണ പൂജാരിയെ ദൈവം മനസ്സിലാക്കി അവൻ കൊണ്ടെത്തുന്നു. അവൻ ഗോതമ്പ് മാത്രമല്ല, ഞങ്ങൾക്ക് ഒരാഴ്ചയ്ക്ക് ആവശ്യമുള്ളതെല്ലാം അതിനകത്തുണ്ടായിരുന്നു.
അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ളത് നൽകി തരുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. ഏലിയാവിനെ കാക്ക കൊണ്ട് ദൈവം പോഷിപ്പിച്ചു എന്ന് നാം വായിക്കുന്നുവല്ലോ. കാക്കയെ കൊണ്ട് ഏലിയാവ് തോട്ടിനരികെ ഒളിച്ചിരിക്കുകയാണ്. തോട്ടിനരികെ ഒളിച്ചിരിക്കുന്ന ഏലിയാവിൻ്റെ അടുക്കലേക്ക് ഒരു കാക്കയല്ല, കാക്കകളെ ദൈവത്തിന് അയക്കുവാൻ കഴിയുമെങ്കിൽ അതേ ദൈവം ഇന്നും വലിയവനായി നമ്മൾക്ക് വേണ്ടി പാർക്കുന്നു. അവനെ നമ്മൾ അനുഭവിച്ചറിയുക. ഞാൻ ഒരു സംഭവം മാത്രമാണ് പറഞ്ഞത്, അങ്ങനെ എത്ര സംഭവങ്ങൾ പറയുവാനുണ്ട്. അതുകൊണ്ട് ഭൗതികമായ കാര്യങ്ങൾ മുഴുവൻ ദൈവത്തിങ്കിലേക്ക് ഏൽപ്പിച്ചിട്ട്, ദൈവമേ നിന്റെ രാജ്യം. അതുകൊണ്ടാണ് വായിച്ചാട്ട് മത്തായിയുടെ സുവിശേഷം 6:31 മുതൽ 33 ഒന്നുകൂടെ വായിച്ചാട്ട്, നമുക്കറിയാമെങ്കിലും ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ട്. മാത്യു ചാപ്റ്റർ 6:31-33 ഒരു പ്രാവശ്യം വായിച്ചാണ്, വീണ്ടും വായിച്ചാട്ട്. ആകയാൽ നാം എന്ത് തിന്നും, എന്തുടുക്കും, എന്തു കുടിക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഇവയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. നമ്മൾക്കൊരു പിതാവുണ്ട്. സ്തോത്രം. നമ്മൾക്കൊരു സ്വർഗസ്ഥനായ പിതാവുണ്ട്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞ് നമുക്ക് നൽകുവാൻ കഴിവുള്ളൊരു പിതാവുണ്ട്. അവൻ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആദമിന് ഹവ്വായെ ഒരു കൂട്ടിന് വേണമെന്ന് പിതാവാകുന്ന ദൈവമാണ് ചിന്തിച്ചത്. അതിനൊരു ഹവ്വായെ അവന് ഉണ്ടാക്കി കൊടുത്തു. അതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ ഓരോന്ന് നാം ചിന്തിക്കുന്നതിന് മുൻപ് നമ്മുടെ ദൈവം അറിയുന്നു. ഞാൻ വിശ്വസിക്കുന്നത്, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങി, എനിക്ക് ആവശ്യമുള്ളത് എത്രയെല്ലാമാണ് എനിക്ക് ആവശ്യമുള്ളതെന്നുള്ളത്, എത്ര രൂപയാണ് എനിക്ക് ആവശ്യമെന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. സ്വർഗസ്ഥനായ പിതാവിനറിയാം. എം സാമുവൽ ആകുന്ന എൻ്റെ മകന് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഇത്ര കോടി രൂപ അവൻ ചെലവ് ചെയ്യും. അതിനുള്ള രൂപ എല്ലാം എൻ്റെ ദൈവം ഞാൻ ജനിക്കുന്നതിന് മുൻപേ പ്ലാൻ ചെയ്തു വച്ചിരിക്കുകയാണ് എന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. അതെവിടെ നിന്ന് വരും, എങ്ങനെ വരുമെന്നുള്ളത് എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മക്കളാകുന്ന നാം, നമ്മൾ മനുഷ്യരാകുന്ന നാം അമ്മച്ചിമാരോട് ചോദിച്ചാൽ അറിയാം. കുഞ്ഞ് ഉണർന്ന് ഉറങ്ങുകയാണ്. എൻ്റെ കുഞ്ഞ് ഉണരും, 3 മണിക്ക് ഉണരും. അപ്പോൾ അതിന് പാല് കൊടുക്കണമെന്ന് മനസ്സിലാക്കി പാല് തിളപ്പിച്ച് കുപ്പിയിലാക്കി കാത്തിരിക്കുകയാണ്. ആ കുഞ്ഞ് ചോദിക്കുമ്പോഴല്ല, ഉണർന്ന് കഴിയുന്നുണ്ടേ വായിൽ പാല് കൊടുക്കുക. മനുഷ്യരാകുന്ന നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രകാരം ചെയ്യുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നാം ചോദിക്കുന്നതിന് മുൻപേ നമ്മുടെ സകല ആവശ്യങ്ങളും ഒരുപോലെ ചെയ്യുവാൻ കഴിവുള്ളവനാണല്ലോ. ആകയാൽ ദൈവജനമേ, ഈ ഭൗതികത്തിലേക്ക് വരുന്ന നമ്മുടെ മനസ്സുകളെ ഒന്ന് ഈ ദിവസങ്ങളിൽ മാറ്റി ആത്മീകമായി ചിന്തിക്കുവാൻ, ആത്മീകത്തിലേക്ക് ഇറങ്ങുവാൻ നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. റോമാലേഖനം 8:32 വായിച്ചാൽ, റോമൻസ് 8:32, റോമാലേഖനം 8:32, റോമൻസ് 8:32. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? സ്വന്തം പുത്രനെ നമ്മുടെ പാപത്തിനു വേണ്ടി നൽകിയെങ്കിൽ അവനോടുകൂടെ നമുക്ക് സകലതും നൽകാതിരിക്കുമോ? സ്വന്തം പുത്രനെ നമ്മൾക്ക് വേണ്ടി നൽകിയവൻ അതോടുകൂടെ നമുക്ക് സകലതും നൽകാതിരിക്കുമോ? തൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി നൽകിയ ദൈവം നമ്മൾക്ക് വേണ്ടി സകലതും നൽകുവാൻ അവനൊരുക്കിയിരിക്കെ. പ്രിയമുള്ള ദൈവമക്കളെ, കർത്താവിൻ്റെ ദാസന്മാരെ, ഭൗതികവും ആത്മീകവുമായി രണ്ടായി തിരിച്ച് മുൻപോട്ട് പോകുമ്പോൾ മാത്രമേ ദൈവരാജ്യത്തിൻ്റെ യഥാർത്ഥ മാധുര്യം
നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. ആത്മീയമായി നാം എത്രമാത്രം ഇത് രണ്ടും കൂടെ ചേർത്ത് കൊണ്ടുപോയാൽ നാം ആത്മീയമായി എത്രമാത്രം വളർന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. അങ്ങനെ ഭൗതികവും ആത്മീയവും രണ്ടും രണ്ടാക്കി കൊണ്ടുപോകാൻ വേണ്ടിയാണ് കർത്താവ് തന്ന ഉപദേശം. മത്തായിയുടെ സുവിശേഷം 7:13-14 വായിച്ചാട്ട്. മത്തായി 7:13-14. മാത്യു ചാപ്റ്റർ 7 വേഴ്സ് 13 and 14. ഇടുക്കവാതിലൂടെ അകത്തു കടപ്പിൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കുകയും നാശത്തിലേക്ക് പോകുന്ന വാതിലും വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടെ കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. എന്തുകൊണ്ടാ ദൈവം ഇടുക്കുവാതിൽ കൂടെ അകത്ത് പോകുവാൻ നമ്മളോട് പറയുന്നത്, ഞെരുക്കമുള്ള വഴിയിൽ കൂടെ പോകുവാൻ പറയുന്നത്? എന്താ? ദൈവത്തിന് നമുക്ക് ആവശ്യമുള്ള ധനം തരുവാൻ കഴിവില്ലയോ? സർവഭൂമിയും അവൻ്റേത് സാത്താൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നുവെങ്കിലും വെള്ളിയും സ്വർണവും അവൻ്റേത്, കാട്ടിലെ സകല മൃഗങ്ങളും അവൻ്റേത്. നമ്മളെ ഭൗതികമായി അനുഗ്രഹിച്ച് നടത്തുവാൻ അവന് യാതൊരു പ്രയാസവുമില്ല. എന്നാൽ നമ്മുടെ ഉള്ളിലുള്ളതായ ആഗ്രഹങ്ങളെ ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയിൽ കൂടെ കൊടുത്തുവിടണം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള ആഗ്രഹങ്ങൾ എങ്ങനെ വന്നു? എങ്ങനെയാണ് നമ്മുടെ മനുഷ്യ ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ വന്നത് എന്നുള്ളത് നമുക്ക് ദൈവവചനത്തിൽ കൂടെ അല്പമായിട്ടൊന്ന് ചിന്തിക്കാം. അതിനുവേണ്ടി ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധകളെ കൊണ്ടുവന്ന് നമുക്ക് മുൻപോട്ട് പോകാം. ഈ മനുഷ്യന്റെ മനസ്സിൽ ഒരുപാട് ഈ ലോകത്തിലെ നമ്മൾ വായിക്കുന്നല്ലോ, 2:15-16 വായിച്ചാട്ട്. 1 യോഹന്നാൻ 2:15-16. 1 John chapter 2 verse 15 and 16. 1 John chapter 2 verse 15 and 16. ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രയാകുന്നു. ഇവിടെ ഒന്നുകൂടെ വായിച്ചാട്ടെ, ഒരു പ്രാവശ്യം കൂടെ വായിച്ചാട്ടെ. ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്. ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിൽ നിന്നുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രയാകുന്നു. ഈ ജഡമോഹം, കൺമോഹം, ജീവനത്തെ പ്രതാപം, ഇത് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇത് ജീവന്റെ പ്രഭാവം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൻ്റെതല്ല ലോകത്തിൽ നിന്നുള്ള അത്രയാകുന്നു. നമ്മിൽ ഈ മോഹം ആരംഭിച്ചത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് ഇന്ന് അല്പമായി പ്രസ്താവിക്കുകയും കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ നാളെ ചാർട്ടിൽ കൂടെ അതിനെക്കുറിച്ച് വിവരിക്കാവുന്നതാണ്. എങ്ങനെയാണ് നമ്മിൽ ഈ മോഹം ആരംഭിച്ചത്? നാം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്കെടുക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഉൽപ്പത്തി 3:1 മുതൽ 3 വരെ. ജെനീസസ് ചാപ്റ്റർ 3 വേഴ്സ് 1-3. ജെനീസസ് ചാപ്റ്റർ 3 വേഴ്സ് 1-3. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശല്യമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾക്ക് തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു.
സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. 6-ാം വാക്യം വായിച്ചു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമയുമെന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. പ്രിയമുള്ളവരെ, നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ സൺഡേ സ്കൂൾ മുതൽ പഠിച്ചു വരുന്നത്, ഇതിൽ നിന്ന് എന്താണ് പഠിപ്പിക്കാൻ പോകുന്നത്? മോഹം എവിടെ ആരംഭിച്ചു? 1 യോഹന്നാനിൽ നാം വായിച്ചു, ജഡമോഹം, കൺമോഹം, ജീവിത പ്രതാപം ദൈവത്തിൽ നിന്നുള്ളതല്ല. നമുക്കെല്ലാവർക്കും അറിയാം, മനുഷ്യനിൽ അവൻ്റെ ആത്മാവ്, പ്രാണൻ, ശരീരം 3 ഉണ്ട്. ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. എന്നാൽ ജഡം, മോഹങ്ങൾ ഉത്ഭവിക്കുന്ന ജഡം നമ്മിൽ എവിടെ നിന്നുണ്ടായി? അത് ദൈവത്തിൽ നിന്ന് വന്നതല്ല. നാം വായിക്കുന്നത്, ഹവ്വായോട് സാത്താൻ വന്ന് സംസാരിക്കാൻ തുടങ്ങി. ആ സാത്താൻ വന്ന് പാമ്പിന്റെ വഴി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഹവ്വായ്ക്ക് പറയാമായിരുന്നു, നീ ആരാണ്, നീ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് പറയാമായിരുന്നു. എന്നാൽ അതിനിടം കൊടുക്കാതെ ഹവ്വയുമായി സാത്താന് സംസാരിപ്പാൻ അവസരം കൊടുത്തപ്പോൾ ഹവ്വയുടെ ആത്മാവിലേക്ക് സാത്താന്റെ സ്പിരിറ്റിന് പ്രവേശനമുണ്ടായി. അവർ തമ്മിൽ കുറച്ചു നേരം സംസാരിച്ചപ്പോൾ ജനിച്ച സന്താനമാണ് ജഡം, ഫ്ലഷ്. അപ്പോൾ ഏദൻ തോട്ടത്തിൽ നടന്നത് ഹവ്വായും സാത്താനും കൂടെയുള്ള സമ്പർക്കത്തിൽ ഒരു സംഭവം നടന്നു. അതെന്താണ്? ജഡമാകുന്ന സാത്താന്റെ പുത്രൻ ജനിച്ചു, ഫ്ലഷ്. ആ ജഡം ജനിച്ചു കഴിഞ്ഞപ്പോൾ ഹവ്വായിലേക്ക് മോഹം വർദ്ധിക്കാൻ തുടങ്ങി. മോഹം വർദ്ധിച്ചു. ആ ഫലം നോക്കി, അത് വളരെ ആഗ്രഹമുള്ളത് കണ്ടു, പറിച്ചു. മോഹം കൂടിയത് കൊണ്ട് ഭർത്താവിന് കൊണ്ട് കൊടുത്തേച്ച് 2 പേരും കൂടി ഇരുന്ന് തിന്നാമെന്ന് വിചാരിച്ച് അത്ര പോലും താമസിച്ചില്ല. പെട്ടെന്ന് ആ മോഹത്തിന്റെ ദാഹം തീർക്കാൻ പെട്ടെന്ന് അങ്ങ് ഭക്ഷിച്ചു. പിന്നെ ഭർത്താവിനും കൊടുത്തു. അപ്പോൾ ഏദൻ തോട്ടത്തിൽ സാത്താനും ഹവ്വയും തമ്മിലുള്ള സമ്പർക്കത്താൽ നമ്മിൽ ഉളവായതാണ് മോഹം. അതാണ് ജഡമോഹം, കൺമോഹം, ജീവിതത്തിലെ പ്രതാപം. ഈ ഫ്ലഷ്, ഈ ജഡം എന്നിലും നിങ്ങളിലും സകല ദൈവമക്കളിലുമുണ്ട്. ഇതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി നാം മനസ്സിലാക്കിയില്ല എങ്കിൽ ഈ ജഡത്തെ ജയിപ്പാൻ നമ്മൾ കഴിയുകയില്ല. ഗലാത്യ ലേഖനം 5:17 വായിച്ചാൽ, ഗലാത്യർ 5:17, ഗലേഷ്യൻസ് 5:17. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. ജഡാഭിലാഷം, ആത്മാഭിലാഷം. ദൈവപൈതലാകുന്ന നമ്മിൽ 2 ശക്തി പ്രവർത്തിക്കുന്നു. 1 പരിശുദ്ധാത്മാവിന്റെ ശക്തി, 2 ജഡത്തിന്റെ ശക്തി. ഏത് എപ്പോൾ ജയിക്കുന്നു? ചിലപ്പോൾ ജഡം ജയിക്കുന്നു, ചിലപ്പോൾ ആത്മാവ് ജയിക്കുന്നു. കർത്താവിൻ്റെ വരൻ താമസമെങ്കിൽ നാളെ പകലത്തെ ക്ലാസ്സിൽ ആത്മാവിൻ്റെയും ജഡത്തിൻ്റെയും ഞാൻ ചാർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിട്ടിട്ട് അതിൽ കൂടെ കുറച്ചുകൂടെ ആഴമായി വിവരിക്കുവാൻ കർത്താവ് കൃപ തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മിൽ ജഡം കടന്നു വന്നു. ആ ജഡം എപ്പോഴും ഭൗതിക കാര്യങ്ങളിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ജഡം എപ്പോഴും ഭൗതിക കാര്യങ്ങളാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ നമ്മൾ ജയിച്ചെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിന്റെ ബലം
നമുക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ജഡമാകുന്നവൻ അനേക ആഗ്രഹങ്ങൾ നമ്മിൽ കൊണ്ടുവരും. റോമാലേഖനം 13-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. റോമാലേഖനം 13-ന്റെ ഒടുവിലത്തെ വാക്യം, അതിന്റെ 13-14 വായിച്ചാട്ട്. റോമാലേഖനം 13-14. റോമൻസ് 13:14. കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ഇപ്പോൾ ഞാൻ കർത്താവിന്റെ ദാസന്മാരാകുന്ന ആരെയും കുറ്റം പറയുന്ന ദൈവദാസന്മാർ നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളെ കുറ്റം പറയാനല്ല ഞാനിവിടെ വന്നത്. നിങ്ങളുടെ സ്നേഹത്തിനായി, നിങ്ങളുടെ സഹകരണത്തിനായി, നിങ്ങൾ കൂടി വരുന്നതിനായി ഞാൻ നിങ്ങളോട് നന്ദിയുള്ളവരാണ്. കർത്താവിന് സ്തോത്രം. വല്ലവിധേനയും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ദൈവത്തിൻ്റെ വചനം നിങ്ങളെ അറിയിക്കാനാണ്. മോഹങ്ങൾ കർത്താവിൻ്റെ ദാസന്മാരിലും ദാസിമാരിലും വിശ്വാസികളിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കർത്താവിൻ്റെ ദാസനൊരു കാറ് കണ്ടു. അപ്പോൾ കാറ് കണ്ടപ്പോൾ എനിക്ക് കാറ് ഉണ്ടെങ്കിൽ മഴ സമയത്തും മറ്റേ സമയത്തും വിശ്വാസികളുടെ വീട്ടിലൊക്കെ പോകാമല്ലോ, കർത്താവിൻ്റെ വേലയ്ക്ക് വളരെ നല്ലതാണല്ലോ എന്നുള്ളൊരാഗ്രഹം ഉണ്ടാകാം. ആ ആഗ്രഹം നമ്മിൽ എങ്ങനെയുണ്ടായി, എവിടെ നിന്നുണ്ടായി? പിന്നെ അതിനുവേണ്ടി കർത്താവേ, ഞാൻ നിന്റെ ദാസനാണല്ലോ, എനിക്കൊരു കാറ് കിട്ടിയേ മതിയാകുള്ളൂ. ചോദിപ്പീൻ കിട്ടും, മുട്ടുവീൻ തുറക്കപ്പെടും. നിന്റെ വേലയ്ക്കാണല്ലോ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കാറ് അവകാശപ്പെടുകയാണ്. പ്രാർത്ഥന തുടങ്ങിയിരിക്കുകയാണ്. ഡോക്ടർ യോങ്കിച്ചോയുടെ പ്രിൻസിപ്പിൾ അനുസരിച്ച് കുറച്ചു നേരം യോജിച്ചെഴുപ്പാതെ നമ്മൾ ഗർഭാവസ്ഥയിൽ പ്രഗ്നന്റ് സ്റ്റേജിലായി, അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ആ സമയത്തത് ദൈവം തരും. ഇതെല്ലാം വചനപ്രകാരമുള്ളതല്ല. ഞാൻ ഡോക്ടർ യോഗിച്ചോ അവർക്ക് 10-15 വർഷം മുൻപ് ഒരു കത്തെഴുതി. കർത്താവിൻ്റെ ദാസനെ, ദൈവത്തിൻ്റെ പ്രാക്കളായിരുന്ന ദൈവമക്കളെ, നിന്റെ 4th ഡയമെൻഷൻ പുസ്തകം എഴുതി പന്നികളാക്കിയതിന് ഉത്തരവാദിത്തം വളരെയാണ്. നിനക്കിതിനെല്ലാം മുതൽ കൊടുത്ത് കണക്ക് പറഞ്ഞേ മതിയാകുള്ളൂ. ദൈവമക്കൾ പ്രാക്കളെ പോലെ പറന്നു പോകാൻ ഒരുങ്ങിയിരുന്നവരെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ചോദിക്കുവാനായി പ്രേരിപ്പിച്ച് അവരെ പന്നികളാക്കി തീർത്തു. ഇന്ന് ദൈവമക്കൾ, ഡോക്ടർ യോഗിച്ചോ പറയുന്നത് എന്താണ്? നിനക്കൊരു കാർ വേണമെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ ഏത് കാറാണ്, ബ്ലാക്ക്, അതിൻ്റെ കളർ, അതിൻ്റെ മേക്ക് എല്ലാം ദൈവത്തിന് ഓർഡർ കൊടുത്തു കഴിയണം. അതുകൂടാതെ അതിൻ്റെ അഡ്വാൻസായിട്ട് വേണമെങ്കിൽ കുറച്ച് പണം ദശാംശമായിട്ട് ആർക്കെങ്കിലും കൊടുത്തേച്ചാൽ മതി. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഓടി നടക്കാൻ തുടങ്ങും. എവിടെ ആയത് കൊടുക്കേണ്ടത്? കേരളത്തിൽ നിന്ന് ഒരു കർത്താവിൻ്റെ ദാസൻ പത്താൻകോട്ട് പാസ്റ്റർ ജേക്കബ് ജോണിൻ്റെ അവിടെ പ്രസംഗത്തിന് വേണ്ടി വന്നു. അദ്ദേഹമായിരുന്നു പ്രധാന പ്രസംഗിയൻ. ഞാൻ ശനിയാഴ്ച രാത്രിയിൽ മാത്രം ഞാൻ പറഞ്ഞു, സണ്ണി എനിക്ക് ആദ്യം വരാൻ കഴിയില്ല, കർത്താവിനെ പ്രസംഗിക്കട്ടെ. ഞാൻ ശനിയാഴ്ച ചെന്നപ്പോൾ ആ കർത്താവിൻ്റെ ദാസൻ നിന്ന് തകർത്ത് പ്രസംഗിക്കുകയാണ്. പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങൾക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യണം? നിങ്ങൾക്കൊരു 1,00,000 രൂപ വേണമെങ്കിൽ എവിടെ നിന്നെങ്കിലും 10,000 രൂപ അതിൻ്റെ ദശാംശം എടുത്ത് കർത്താവിൻ്റെ ദാസൻ സണ്ണിയുടെ എല്ലാം കൊടുത്തേക്കണം. 10,000 രൂപ. അത് കഴിഞ്ഞ് കൊടുത്തു കഴിയുമ്പോൾ ദൈവം പറയും, ഗബ്രിയേലേ, ദശാംശം വന്നു കഴിഞ്ഞു, തുക അവൻ എത്തിച്ചു കൊടുക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ തേടി നിങ്ങളുടെ ബാക്കി 90,000 രൂപ നിങ്ങളെ ഏൽപ്പിക്കും. ഞാൻ സണ്ണി സഹോദരനോട് പറഞ്ഞു, പാസ്റ്ററോട് പറഞ്ഞു, സണ്ണി അദ്ദേഹത്തോട് പറ, ഇങ്ങനെ പ്രസംഗിക്കരുത്, ഈ ഹിന്ദുക്കളിൽ നിന്നും സിഖുകാരിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ടു വന്നവരെ ഇങ്ങനെ തെറ്റിക്കരുത് എന്ന് പറയാൻ പറയും. എന്നേരം ഇല്ല, ഇതാണ് പുതിയ വെളിപ്പാട്. ഞാൻ സ്റ്റേജിൽ ചെല്ലേണ്ട നിർബന്ധമായി വന്നു. ഞാൻ പറഞ്ഞു, ചെവിയിൽ പറഞ്ഞു, സഹോദര മിണ്ടാതെ പോയി അങ്ങിരുന്നു, ഒരു വാക്കുപോലും മിണ്ടിയേക്കിരുന്നു. ഞാൻ മൈക്കും അങ്ങ് മാറ്റി. മൈക്ക് ഞാൻ കയ്യിലിഞ്ഞെടുത്തു. ഞാൻ മൈക്കും കയ്യിലെടുത്തപ്പോൾ പിന്നെ പുള്ളിക്കാൻ എന്ത് ചെയ്യാൻ നോക്കും? പോയി അങ്ങിരുന്നു. ഒടുവിൽ ഞാൻ പരസ്യമായി പറഞ്ഞു, ഇദ്ദേഹം പ്രസംഗിച്ച മുഴുവനും തെറ്റാണ്, ഇത് ദൈവദിന പ്രകാരമല്ല. ദൈവത്തിന് കൊടുക്കുന്നത് വല്ലതും കിട്ടാൻ വേണ്ടിയല്ല.
ഇന്ന് അനേകർ കൊടുക്കുക. ഇന്ന് 5 കൊടുത്താൽ 10 കിട്ടും. സഹോദരൻ, ഇതിനേക്കാൾ വലിയ ഗാംബ്ലിങ്ങിന് മലയാളത്തിൽ എന്താ പറയുന്നത്? ചൂതുകളി. ഇതിൽ വലിയ ചൂതുകളി എന്തുവാ? 100 കൊടുത്താൽ 200 കിട്ടും. അന്യായം. ഗാംബ്ലിങ്, സ്പിരിച്വൽ ഗാംബ്ലിങ്. കൊടുക്കുകയും നിങ്ങൾക്ക് കിട്ടും. എന്റെ ദൈവമേ, യഥാർത്ഥ സുവിശേഷത്തിൽ നിന്ന് ദൈവജനം എത്ര തെറ്റിപ്പോയിരിക്കുന്നു. സാത്താൻ എത്രമാത്രം സഭയ്ക്കകത്ത് കടന്നിരിക്കുകയാണ്. കൊടുക്കുകയും നിങ്ങൾക്ക് കിട്ടും. ആ കർത്താവിൻ്റെ ദാസൻ അന്ന് വൈകിട്ട് ആഹാരം കഴിക്കുകയില്ല. ഞാൻ പറയും, സഹോദരൻ, നീ ആഹാരം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഒന്നാമത് നീ ആഹാരം കഴിക്കാൻ യോഗ്യനല്ല. കേരളത്തിൽ നിന്ന് വലിയ പ്രാസംഗികന്, വചനം പഠിച്ചിട്ട് വേണം പ്രസംഗിക്കാൻ ഇറങ്ങാൻ. പിന്നെ ഞാൻ പറഞ്ഞു, സഹോദര, നിനക്ക് ഉത്ഥാന ആവശ്യം. 3 ദിവസം എൻ്റെ കൂടെ താമസിച്ചു. നല്ലവണ്ണം മാനസാന്തരപ്പെട്ടു. പറഞ്ഞു, ഇനിയും ഞാൻ ഇങ്ങനത്തെ സാത്താൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയില്ല. ഇതുവരെ ഞാൻ പ്രസംഗിച്ചത് സാത്താൻ്റെ സുവിശേഷമാണ്. മുട്ടുകുത്തിയിരുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ പ്രസംഗിച്ച സാത്താൻ്റെ സുവിശേഷമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം എത്ര വലിയവനാണ്. മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനു വേണ്ടി ചിന്തിക്കരുത്. ക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുവിൻ. നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്ന ഈ ആഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് വന്നതാണോ അതോ 1 പത്രോസ് 5:8 വായിച്ചാൽ, 1 Peter chapter 5 verse 8. 1 പത്രോസ് 5:8 വായിച്ചാൽ, 1 Peter chapter 5 verse 8. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടി എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് ചുറ്റി നടക്കുന്നു. അപ്പോൾ നാം വിചാരിക്കുക പ്രതിയോഗിയ പിശാച് 2 കൊമ്പുമൊക്കെ വെച്ച് ചുറ്റി കടങ്ങുമെന്നാണ്. അങ്ങനെയല്ല. അതുകൊണ്ടാണ് റോമാലേഖനം 13:14 വായിക്കുന്നത്, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഈ റിമോട്ട് ഉണ്ടല്ലോ, ടെലിവിഷനും അതിനെല്ലാം റിമോട്ട് അടിക്കുമ്പോഴാണ് അതിൻ്റെ ചാനൽ മാറിക്കൊണ്ടൊക്കെ ഇരുന്നത്. അതുപോലെ സാത്താൻ റിമോട്ട് എടുത്ത് ചുറ്റി നടക്കുകയാണ്. കാറിൻ്റെ അടുത്ത് വന്ന് സാത്താൻ വന്ന് റിമോട്ട് അടിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ അകത്ത് അവൻ്റെ പുത്രനാകുന്ന ജഡമുണ്ട്, എന്നിലുണ്ട്. ഇവിടെ ഇരിക്കുന്ന രക്ഷിക്കപ്പെട്ട എല്ലാവരിലും ജഡമുണ്ട്. അതാരുടെ പുത്രനാണ്? ദൈവത്തിൻ്റെ പുത്രനല്ല, ലോകത്തിൻ്റെ സാത്താൻ്റെ പുത്രനാണ്. അവൻ്റെ ആഗ്രഹം, അവൻ്റെ ചിന്ത എങ്ങനെയെങ്കിലും നമ്മളെ ജഡത്തെ ഒന്ന് ഇളക്കണം. അവന് ഒരു കാറ് കണ്ടു, അല്ലെങ്കിൽ ഒരു വിശ്വാസി ഒരു വീട് കണ്ടു. അപ്പോൾ ഒരു വിശ്വാസി ആദ്യം പ്രാർത്ഥിക്കും, കർത്താവേ, ഞാൻ ചെറ്റപ്പുരയിൽ കിടക്കുന്നു, കർത്താവേ, പുറമ്പോക്കിൽ കിടക്കുകയാണ്, എനിക്ക് തലചായ്ക്കാൻ ഒരു ചെറിയ സ്ഥലം തരണം. അവിടെ ചെറിയ സ്ഥലം കിട്ടി. അത് കഴിഞ്ഞു, കർത്താവേ, ഇത് പോരാ, 2 കർത്താവിൻ്റെ ദാസന്മാരെ കൂടെ താമസിപ്പിക്കാനൊരു സ്ഥലം കൂടെ തരണമേ. പിന്നെ അത് കഴിഞ്ഞ്, കർത്താവേ, അതല്ല, ഒരു 2 നില കെട്ടിടമായാൽ ആരാധനയ്ക്ക് സൗകര്യമായല്ലോ. അങ്ങനെ ചോദിച്ച് പോകും. ഈ ആഗ്രഹങ്ങളെല്ലാം ദൈവത്തിൽ നിന്നാണോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് നമ്മിൽ ഈ ആഗ്രഹങ്ങളെ ഉത്ഭവിപ്പിക്കുന്ന ജഡം വരുന്നത് കൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടത് എന്തൊന്ന് നിങ്ങളുടെ പിതാവിനറിയാം. അതുകൊണ്ട് ജഡം കയറി നിങ്ങളെ നശിപ്പിക്കുന്ന വാതിൽ നിങ്ങൾ തുറക്കാതിരിക്കുക. ആ വാതിൽ തുറന്നാൽ പിന്നെ ആഗ്രഹങ്ങൾക്ക് പുറകെ ഓരോരോ ആഗ്രഹങ്ങൾ. അതുകൊണ്ട് ഗലാത്യ ലേഖനത്തിൽ ഒരു വാക്യം കൂടെ വായിക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് വന്നാട്ട്, ഗലാത്യൻസ് ചാപ്റ്റർ 5 അതിന്റെ 24-ാം വാക്യം വായിച്ചാട്ട്, ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. പലർക്കും എന്തിനെയാ ജയിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ.
പ്രിയമുള്ളവരെ, ജയിക്കേണ്ടത് നമ്മിൽ ഉണ്ടാകുന്ന ജഡമോഹങ്ങൾ, ആഗ്രഹങ്ങളെയാണ് ജയിക്കേണ്ടത്. ആ ആഗ്രഹങ്ങളെ നിങ്ങൾ ഈ കാഴ്ച ബംഗ്ലാവിൽ പോയാൽ വലിയ സിംഹത്തെയൊക്കെ അതിൻ്റെ കേജിനകത്ത് വെച്ചിരിക്കുക. അതുപോലെ ജഡമാകുന്ന സിംഹം നമ്മുടെ അകത്ത് കിടക്കുക. ഇതിനെ ക്രൂശിച്ചു വയ്ക്കണം, കേജിനകത്ത് ഇട്ട് വയ്ക്കണം. അല്ലെങ്കിൽ ഇത് വന്ന് നമ്മുടെ ആഗ്രഹങ്ങളെ അങ്ങ് വർദ്ധിപ്പിക്കും. അങ്ങനെ അനേക ദൈവമക്കൾ ആത്മാവിൽ ആരംഭിച്ച് ജഡത്തിൽ അവസാനിച്ചു. അനേക വീരന്മാരാകുന്ന കർത്താവിന്റെ ദാസന്മാർ, വലിയ യുദ്ധങ്ങൾ ചെയ്ത കർത്താവിന്റെ വിലയേറിയ ദാസന്മാർ ആത്മാവിൽ ആരംഭിച്ചു. എന്നാൽ അവരുടെ ജഡത്തെ ക്രൂശിക്കാതിരുന്നതിനാൽ ഒടുവിൽ വന്ന് ജഡത്തിൽ അവസാനിക്കുവാനിടയായി. അതുകൊണ്ട് ദൈവരാജ്യത്തിനു വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവരാജ്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത്, ജഡമോഹങ്ങളെ ജയിക്കുവാൻ, ആ ജഡമോഹങ്ങളെ ക്രൂശിച്ചുകൊണ്ട് മുൻപോട്ട് പോകണം. അതാണ് ജയം. യഥാർത്ഥമായി നാം ജയിക്കുന്നത് ജഡമോഹങ്ങളെയാണ്. ജഡമോഹങ്ങളെ ജയിച്ചു കഴിയുമ്പോൾ ആത്മാവിൽ ബലവും ധൈര്യവും ശക്തിയും പ്രാപിപ്പാൻ. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഭൗതികമായി ഒന്നും ഉണ്ടായിരിക്കരുത്. ഇടുക്കവും ഞെരുക്കവും എന്നുള്ള വഴി എന്ന് പറയുമ്പോൾ, വലിയ ധനികനായ ഒരു മനുഷ്യന്, ഉദാഹരണമായി ഈ കോതമംഗലത്തെ ഏറ്റവും വലിയ ധനികനായ മനുഷ്യന് പോലും ഇടുക്കവും ഞെരുക്കവുമായ വഴിയിൽ കൂടെ പോകാം. ഒരു ചിന്തിച്ചാട്ട്, ഇവിടെ കോടിക്കണക്കിന് പണം ബാങ്കിലുണ്ട്, കാറുകൾ ധാരാളമുണ്ട്, എസ്റ്റേറ്റുകൾ ധാരാളമുണ്ട്. അങ്ങനെയുള്ള ധനികനായ മനുഷ്യന് പോലും ഇടുക്കമായ ഞെരുക്കമായ വഴിയിൽ പോകാൻ കഴിയും. എങ്ങനെ പോകാൻ കഴിയും? അവന്റെ ഹൃദയത്തിൽ വരുന്ന ആഗ്രഹങ്ങളെ ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയിൽ ഇട്ടേക്കണം. ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവനായി മാത്രം ഞാൻ നടക്കും, എൻ്റെ ആഗ്രഹങ്ങൾ അനുസരിച്ചല്ല. റോമാലേഖനം 8:14 വായിച്ചാൽ, റോമാലേഖനം 8:14, റോമൻസ് 8:14, റോമൻസ് 8:14. ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവർ മാത്രമാണ് ദൈവത്തിന്റെ മക്കൾ. ദൈവാത്മാവ് നമ്മെ നടത്തണം. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ആഗ്രഹങ്ങൾ, ഈ വലിയ ധനികനായ ഒരാളൊന്നും ഉണ്ടെന്ന് വിചാരിച്ചാട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്ന ആഗ്രഹങ്ങൾ ആത്മാവിനാൽ കൺട്രോൾ ചെയ്യപ്പെട്ടതാണോ എന്ന് ചിന്തിച്ച് പോയാൽ ഇടുക്കവും ഞെരുക്കമുള്ള വഴിയിൽ കൂടെ തന്നെ പോകും. അല്ല, തൻ്റെ ബുദ്ധിയിൽ കൂടെ വരുന്നതനുസരിച്ച്, ഓ, എന്നെ ദൈവം ഇത്ര വലിയ ധനവാനാക്കിയിരിക്കുന്നത് എനിക്കും എൻ്റെ മക്കൾക്കും കൂടാണ്, എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാനാണെന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെയ്യുമ്പോൾ ദൈവം ചോദിക്കും, മകനെ, നിന്നെ ഞാൻ സമ്പത്ത് താലന്തായി ഏൽപ്പിച്ചു, നിനക്കും നിന്റെ മക്കൾക്കും കൂടെ നീ അത് കരുതിയതിനാൽ സ്വർഗത്തിൽ നിനക്ക് യാതൊരു അവകാശവുമില്ല, എൻ്റെ രാജ്യത്ത് നിനക്ക് യാതൊരു സ്ഥാനവുമില്ല. നിങ്ങൾ വിചാരിക്കുന്നത് പാവപ്പെട്ടവർ ആണ് ഇടുക്കവും ഞെരുക്കമുള്ള വഴിയിൽ കൂടെ പോകുന്നത്. അല്ല, നമ്മുടെ ഹൃദയങ്ങളിലുള്ള ആഗ്രഹങ്ങളെ പരിശുദ്ധാത്മാവിൽ കൂടെ കൺട്രോൾ ചെയ്ത് ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയിൽ കാണുന്നതെല്ലാം വാങ്ങിക്കുക. ഉദാഹരണമായി, ഒരു പുതിയ ഫ്രിഡ്ജ് വന്നു, പണം കോടിക്കണക്കിന് ബാങ്കിലുണ്ട്. ഓ, ഒരു ഫ്രിഡ്ജിന് ഓർഡർ ചെയ്താൽ എന്താ, ടെലിഫോൺ എടുത്തു എൻ്റെ വീട്ടിലൊരു ഫ്രിഡ്ജ് വിട്ടേര്, അതിന് പ്രയാസമില്ല. എന്നാൽ അതല്ല, ആ ഫ്രിഡ്ജിന്റെ ചിന്ത എൻ്റെ മനസ്സിൽ കൊണ്ടുവന്നത് ദൈവാത്മാവാകുന്നോ അതോ സാത്താന്റെ പുത്രനാകുന്ന ജഡം എൻ്റെ ഹൃദയത്തിലിരുന്ന് എന്നെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ചതാണോ എന്നങ്ങനെ ചിന്തിച്ചു പോകുമ്പോൾ നമ്മുടെ മനസ്സിനെ ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയിൽ കൂടെ കൊണ്ടുപോകും. ഒരു പാവപ്പെട്ട പുറമ്പോക്കിൽ കിടക്കുന്ന ഒരു പ്രിയപ്പെട്ടവനുണ്ടെന്ന് വിചാരിച്ചാട്ട്, അവന് ചെറ്റപ്പുരയിൽ കിടക്കുകയാണ്. അവൻ ഇടുക്കവും ഞെരുക്കമുള്ളവനാണ്, ഇടുക്കമുള്ള ഞെരുക്കമുള്ള വഴിയിൽ പോകുന്ന വിശുദ്ധനാണ് നിങ്ങൾ ചിന്തിക്കരുത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപ കൊടുത്താണ്. ആ 10 ലക്ഷം രൂപ കൊണ്ട് അദ്ദേഹം എന്തൊക്കെയാ വാങ്ങിക്കാൻ പോകുന്നത് നോക്കിയാൽ, അത് കഴിഞ്ഞ് വീണ്ടും ഒരു 10 ലക്ഷം കൊടുത്താൽ, പിന്നെ ഒരു
10 ലക്ഷം, ഒരു 30 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം അറിയാം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെ ഇടുക്കവും ഞെരുക്കുമുള്ള വഴിയിൽ കൂടെയാണോ പോകുന്നത്, മോഹങ്ങൾക്കനുസരിച്ചാണോ പോകുന്നത്. പണമില്ലാത്തത് കൊണ്ട് മോഹങ്ങൾക്കനുസരിച്ച് പോകാഞ്ഞത് ഇടുക്കവും ഞെരുക്കുമുള്ള വഴിയല്ല. പണമുണ്ടായിട്ടും സമ്പത്തുകൾ ഉണ്ടായിട്ടും സൗകര്യങ്ങൾ ഉണ്ടായിട്ടും മനസ്സിന്റെ ആഗ്രഹങ്ങൾക്ക് വിടാതെ, എൻ്റെ മനസ്സേ നീ മോഹങ്ങൾക്ക് കീഴ്പ്പെടാതെ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് നടക്കണം എന്നുള്ള രീതിയിൽ കൊണ്ടുവരുമ്പോഴാണ് ദൈവരാജ്യത്തിൻ്റെ ഭരണം നമ്മിൽ ആരംഭിക്കുന്നത്. ഇപ്പോൾ നമ്മെ ഭരിക്കുന്നത് ആര്? ഞാൻ കുറച്ചുകൂടെ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ പോവുകയാണ്, നിങ്ങൾ കോപിക്കരുത്. ദൈവമക്കളാകുന്ന നമ്മളെ ഭരിക്കുന്നത് ആര്? മോഹമാണോ ദൈവാത്മാ? രണ്ട് ഭരണകർത്താക്കളാണുള്ളത്. ഒന്ന് പരിശുദ്ധാത്മാവാകുന്ന ദൈവം. ദൈവത്തിന്റെ രാജ്യത്തെ പരിശുദ്ധാത്മാവ് നടത്തുമ്പോൾ സാത്താന്റെ രാജ്യത്തെ മോഹമാകുന്ന ശക്തി നടത്തുന്നു. അപ്പോൾ നിങ്ങളെ നോക്കിയിട്ട് സാത്താൻ പറയണം ഇവൻ ദൈവരാജ്യത്തിന്റെ അവകാശിയാണ്. അങ്ങനെ പറയണമെങ്കിൽ സാത്താന്റെ പുത്രനാകുന്ന മോഹം നിങ്ങളുടെ അകത്തിരുന്നോണ്ട് അവന്റെ അപ്പൻ ഓരോ ഭൗതിക വലിയ വീടുകളെ കാണിച്ച് റിമോട്ട് അടിക്കുന്നു. മലയാളത്തിൽ റിമോട്ട് എന്നാണോ പറയുന്നത്? റിമോട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ. വലിയ വീട് കാണിച്ച് ഇരിക്കുമ്പോൾ അവന്റെ മോൻ പറയും, പപ്പാ എന്നെ ഇവൻ ക്രൂശിച്ചിട്ടിരിക്കുക, എന്റെ മോഹമൊന്നും ഇവൻ നടത്തുന്നില്ല, നീ അടുത്തങ്ങ് നിൽക്കരുത്, നീ അടുത്ത് നിന്നാൽ നിന്നെ പിടിക്കും, അതുകൊണ്ട് ഓടിക്കോളാൻ പറയും. അപ്പോൾ സാത്താൻ ഓടിപ്പോകും. അല്ല, അവൻ റിമോട്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പപ്പാ ഇവനൊന്ന് ഉറങ്ങിക്കോട്ടെ, ഞാൻ വാതിൽ തുറക്കാൻ, നീ അകത്ത് കയറിക്കോ, നമുക്കിവന് നല്ലൊരു വീടിന്റെ പ്രോഗ്രാം കൊടുത്തു കളയാം, നമുക്കിവന് നല്ലൊരു ടെലിവിഷന്റെ പ്രോഗ്രാം കൊടുത്തു കളയാം, ഇവന്റെ ഹൃദയത്തിൽ നല്ലൊരു കാറിന്റെ ആഗ്രഹം ഇട്ടുകളയാം. അപ്പോൾ ചുറ്റുപാടുമുള്ളവരുടെ അന്ധകാരത്തിലേക്ക് പോകുന്ന കാര്യം അവൻ മറന്നുപോകും. പിന്നെ കാറിന് വേണ്ടിയും വീടിന് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇന്ന് ദൈവജനത്തെ നശിപ്പിക്കുവാൻ മോഹങ്ങൾ ജനിക്കുമാറ്, ആഗ്രഹങ്ങൾ. നിങ്ങൾ വ്യഭിചാരം ചെയ്യുന്നില്ലായിരിക്കാം, കള്ളു കുടിക്കുന്നില്ലായിരിക്കാം, അതെല്ലാം പാപമാണ്, അതെല്ലാം ചെയ്യുന്നില്ലായിരിക്കുമെങ്കിലും മോഹം, ആഗ്രഹങ്ങൾ നിങ്ങളെ നടത്തുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ രാജ്യത്തിന്റെ കൺട്രോളിലല്ല, സാത്താന്റെ രാജ്യത്തിന്റെ കൺട്രോളിലാണ്. അപ്പോൾ ഇന്ന് അനേക ദൈവദാസന്മാർ അങ്ങനെ ആയിപ്പോയിട്ടുണ്ട്, അനേക ദൈവമക്കൾ അങ്ങനെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒടുവിലത്തെ കാലത്ത് നാം വന്നിരിക്കുമ്പോൾ നാം എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത്, ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്? 1 കൊരിന്ത്യർ 4:20 വായിച്ചാൽ, 1 കൊരിന്ത്യർ 4:20, 1 Corinthians chapter 4 verse 20. ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിൽ അത്രയാകുന്നു. ദൈവത്തിന്റെ രാജ്യം വചനത്തിലല്ല. അത് തർജുമയുടെ കുഴപ്പമാണ്. വചനത്തിലെന്നല്ല, വാക്കിലല്ല എന്ന് പറഞ്ഞാൽ, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ കഥ പറയുന്നതിലല്ല, ശക്തിയിൽ അത്രയാകുന്നു. അതിന്റെ യഥാർത്ഥ ഭാഷയിൽ വചനത്തിലല്ല എന്നുള്ളത് നിങ്ങളുടെ ബൈബിൾ മാർജിനിൽ നിങ്ങളത് നോട്ട് ചെയ്യണം. ദൈവരാജ്യം വചനത്തിലല്ല എന്നുള്ളതിന് മാറ്റി സാധാരണ വാക്കിലല്ല, വെറും കഥ പറയുന്നതിലല്ല, ശക്തിയിലത്രയാകുന്നു. ദൈവരാജ്യം എന്ന് പറയുന്നത് ശക്തിയിലത്രയാകും. ശക്തിക്കാകും. ദൈവരാജ്യം ശക്തിയിലാകും, കുറച്ച് കഥ പറഞ്ഞുകൊണ്ടല്ല. അപ്പോസ്തലപ്രവൃത്തി 1:8 വായിച്ചാൽ, അപ്പോസ്തലപ്രവൃത്തി 1:8, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്റെ സാക്ഷികളാകും. ഇതിനെക്കുറിച്ച് ലൂക്കോസ് 24:49, ഇന്നലെ നമ്മൾ അല്പം അതിനെക്കുറിച്ച് ചിന്തിച്ചു. ലൂക്കോസ് 24:49, ലൂക്ക് 24:49. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം, ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം.
നഗരത്തിൽ പാർപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. ഹല്ലേലൂയ. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം, ശക്തി ധരിക്കുവോളം, അങ്ങനെയല്ലേ, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം, ബി ക്ലോത്ത് വിത്ത് എ പവർ ഫ്രം ഹെവൻ. ഞാൻ ഇന്നലെ അല്പമായി നിങ്ങളെ ഓർപ്പിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അമേരിക്ക ചന്ദ്രനിലേക്ക് അവരുടെ ആളുകളെ അയച്ചപ്പോൾ, ആംസ്ട്രോങ്ങിനെ അയച്ചപ്പോൾ ഒരു സ്പേസ് സ്യൂട്ട് ഉണ്ടാക്കിയാണ് അയച്ചത്. ആംസ്ട്രോങ് അവിടെ ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ ആ സ്പേസ് സ്യൂട്ട് ധരിച്ചുകൊണ്ടാണ് അതിനകത്ത് ഇറങ്ങിയത്. കാരണം ചന്ദ്രനിലെ വാതാവരണത്തിന് ഈ ആംസ്ട്രോങ്ങിന് ജീവിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് തല മുതൽ പാദം വരെയും ആ സ്പേസ് സ്യൂട്ട് ഇട്ടുകൊണ്ടാണ്, തലയും കൈയുമല്ല. നമ്മൾ എല്ലാവരും വായിച്ചറിഞ്ഞു കാണുമല്ലോ, അറിഞ്ഞതാണല്ലോ. ആംസ്ട്രോങ് ചന്ദ്രനിൽ നടക്കുകയും അതുകൂടാതെ മെഷീൻ കൊണ്ട് കുഴിക്കുകയും പാറ കഷ്ണങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരികയും ചെയ്തു. ഭൂമിയിൽ കൊണ്ടുവന്നു, ചന്ദ്രനിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് തനിക്ക് ഇഷ്ടം പോലെ തൻ്റെ ശരീരം മുഴുവനും മറച്ചിരിക്കുന്ന ആ കവചങ്ങളെ മാറ്റി മെഷീൻ ഓടിക്കുകയല്ലായിരുന്നു. ആ മെഷീൻ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ തലയും കൈയും കാലും എല്ലാം അതിനകത്ത് തന്നെയായിരുന്നു. അതിലെവിടെങ്കിലും എന്തെങ്കിലും ഒരു കവചം മാറ്റിക്കഴിഞ്ഞാൽ താൻ മരിച്ചു പോകും. അങ്ങനെയാണ് ആ പ്രവൃത്തി ചെയ്തത്. അതുപോലെ ദൈവമക്കളാകുന്ന നമ്മെ കർത്താവ് ദൈവരാജ്യത്തിലാക്കി തൻ്റെ ശക്തിയാൽ നിറച്ച് ആ കവച വസ്ത്രം ധരിപ്പിച്ച് നമ്മളെ വിടുവാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ പാപം നിറഞ്ഞ, മോഹം നിറഞ്ഞ, സാത്താന്റെ കുടുക്കുവലകൾ നിറഞ്ഞ ഈ ലോകത്തിൽ പരിശുദ്ധാത്മാവാകുന്ന സൂട്ട് ധരിച്ചുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യണം. അപ്പോൾ ദൈവത്തിന്റെ രാജ്യത്തിൽ ആയിരിക്കുന്നവർ പരിശുദ്ധാത്മാവാകുന്ന സൂട്ട് ധരിച്ചുകൊണ്ടേയിരിക്കാവൂ. എങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ ജയജീവിതം നടത്തുവാൻ കഴിയുകയുള്ളൂ. അല്ല എങ്കിൽ നാം കുറേശ്ശെ മുൻപോട്ട് പോയിട്ട് ഒടുവിൽ പട്ടുപോകും. ആ പരിശുദ്ധാത്മാവാകുന്ന സൂട്ട് ധരിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ട് സ്വർഗത്തിലെ ശക്തി ധരിക്കുവോളം, വല്ലപ്പോഴും ഒന്ന് ധരിച്ചാൽ പോരാ, എപ്പോഴും ഈ ഭൂമിയിൽ നാം യാത്ര ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവാകുന്ന സൂട്ട് ധരിച്ചുകൊണ്ട് പോകണം. അതിനാണ് കർത്താവ് പറഞ്ഞത്. ഇനിയും നമ്മൾ അല്പം പരിശുദ്ധാത്മാവിനെ കുറിച്ച് അല്പം ആരംഭിച്ചിട്ട് അടുത്ത ദിവസങ്ങൾ അതിനെ എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം. നിങ്ങൾ ചോദിക്കും, ഞങ്ങൾക്ക് ഇതെല്ലാം വളരെ നല്ലവണ്ണം അറിയാമല്ലോ, പിന്നെ എന്തിനാണ് ഇത് ഞങ്ങളെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ, എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നത് കൊണ്ട് ഞാൻ നിങ്ങൾക്കറിയാവുന്നതെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ നിർബന്ധിക്കപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 16-ഉം 17-ഉം വാക്യം വായിച്ചാട്ട്. ജോൺ chapter 14 verse 16-17. John chapter 14 verse 16 and 17. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായകയാൽ അതിനു അവനെ ലഭിപ്പാൻ കഴിയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു. ഇവിടെ നാം വായിക്കുന്നത് എപ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുവാൻ, നിങ്ങളെ സഹായിക്കുവാൻ മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ നടത്തിപ്പുകാരൻ, നിങ്ങളുടെ സകല കാര്യങ്ങളും നടത്തുവാൻ കഴിയുള്ളവൻ. അതിന്റെ 14-ന്റെ 1-2 കൂടെ വായിച്ചാട്ട്. 14-ന്റെ 1-ാം വാക്യം വായിച്ചാട്ട് സമയം ലാഭിക്കാനായി. യോഹന്നാന്റെ സുവിശേഷം 14-ന്റെ 1. ജോൺ chapter 14 verse 1. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. അതിന്റെ 3 വരെ വായിച്ചാട്ട്. എന്നാല് എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു.
ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇവിടെ കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറയും, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അവരുടെ ഹൃദയം കലങ്ങിപ്പോയത് എന്തുകൊണ്ടാണ്? നാം നല്ലവണ്ണം വായിച്ചറിയുന്നു. കർത്താവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും കർത്താവിൻ്റെ കൂടെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നതിന് മുൻപ് ജോലി ചെയ്യുന്നവരായിരുന്നു. മീൻപിടുത്തക്കാരും ടാക്സി പിരിക്കുന്നവരും ഓരോ ജോലി ചെയ്യുന്നവരായിരുന്നു. എന്നാൽ കർത്താവ് അവരെ വിളിച്ചപ്പോൾ അവർ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി വന്നു. അവരെ എല്ലാം വിട്ടിട്ടിറങ്ങി വന്നു. ആദ്യമേ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നടന്നുകൊണ്ടപ്പോൾ ആയിരങ്ങൾ വന്ന് അവരുടെ പിന്നാലെ പത്രോസിനോടും യോഹന്നാനോടും യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ ഒരു നല്ല റെസ്പെക്റ്റഡ് ഒരു നല്ല വേലയായിട്ടിരുന്നു. എന്നാൽ ക്രമേണ യേശുവിൻ്റെ ഉപദേശം വളരെ ശക്തമായപ്പോൾ ജനങ്ങൾ യേശുവിന് എതിരായി തീർന്നപ്പോൾ അവർ വിചാരിച്ചു, കുറഞ്ഞ പക്ഷേ യേശു ഉണ്ടല്ലോ. എന്നാൽ കർത്താവും പറയാൻ തുടങ്ങി, ഞാനും നിങ്ങളെ വിട്ടേച്ച് പോകാൻ പോവുകയാണ്. അപ്പോൾ അവരുടെ ബിസിനസ് എല്ലാം നഷ്ടമായി, അവരുടെ ബന്ധുക്കളും മിത്രങ്ങളും എല്ലാം എതിരായി. ഒരാശ്രയം ഉണ്ടായിരുന്ന യേശു മാത്രം. ആ യേശുവും പോവുകയാണ്. അങ്ങനെ അവരുടെ ഹൃദയം കലങ്ങിയപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, എപ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കാൻ ഒരു കാര്യസ്ഥൻ. ഇന്ന് ഞാൻ ഈ വചനം പറയാൻ കാരണം, ഇന്ന് ദൈവമക്കൾ പരിശുദ്ധാത്മാവ് എപ്പോഴും കൂടെ ഇരിക്കണമെന്നുള്ള നിർബന്ധക്കാരല്ല. ആവശ്യമുള്ളത് പലപ്പോഴും അവർ വിചാരിക്കുക, തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ഞങ്ങൾ ജീവിച്ചോളാം, ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമ്പം കൈകൊട്ടി പാടുമ്പം പരിശുദ്ധാത്മാവേ നീ വന്നാൽ മതി, അന്യഭാഷ പറയാൻ നീ വന്നാൽ മതി. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് അതിനു വേണ്ടിയല്ല. പരിശുദ്ധാത്മാവ് വന്നത് അന്യഭാഷ പറയാൻ. അത് അന്യഭാഷ ഒരു അടയാളം മാത്രമാണ്. ഉദാഹരണമായി നിങ്ങളുടെ വീട്ടിലെല്ലാം ഇൻഡിക്കേറ്റർ ലൈറ്റ് ഉണ്ടല്ലോ. കറണ്ട് വന്നു കഴിഞ്ഞാൽ കറണ്ടുണ്ട്, ഇവിടെ നോക്കിയാൽ അറിയാം ഒരു ലൈറ്റ് കാണുന്നുണ്ട്, അതിൻ്റെ അർത്ഥം കറണ്ടുണ്ട്. നിങ്ങളുടെ ഫാൻ വർക്ക് ചെയ്യുന്നില്ല, നിങ്ങളുടെ ഫാൻ നടക്കുന്നില്ല, പമ്പ് നടക്കുന്നില്ല, ലൈറ്റ് കത്തുന്നില്ല, എന്താ പ്രയോജനം? അന്യഭാഷ തരാനല്ല പരിശുദ്ധാത്മാവ്, ഒരു അടയാളം മാത്രം. എപ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കാൻ. നിങ്ങൾ ബാത്റൂമിലായിരിക്കുമ്പോൾ, കക്കൂസിലിരിക്കുമ്പോൾ, നിങ്ങൾ കടകളിൽ പോകുമ്പോൾ, നിങ്ങൾ അടുക്കളയിൽ ആഹാരം പാചകം ചെയ്യുമ്പോൾ, എപ്പോഴും കൂടെ ഇരുന്ന് കാര്യസ്ഥനായി ചെയ്യുവാനാണ് പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത്. നാം ചെയ്യുന്നത് എന്താണ്? നമ്മളെ കൊണ്ട് ചെയ്യാവുന്നതല്ല നാം ചെയ്യും. പ്രയാസമുള്ള വരുമ്പോൾ പരിശുദ്ധാത്മാവിന് ഇട്ടുകൊടുക്കും. അങ്ങനെയല്ല, സകലതും പരിശുദ്ധാത്മാവ് ചെയ്യണം. ആ അനുഭവത്തിലേക്ക് നമ്മൾ വരണം. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായി, ആത്മാവിൽ നടക്കുന്നവരായി തീരണം. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നത് എപ്പോഴും കൂടിയിരിക്കാനാണ്. ഗലാത്യ ലേഖനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഗലാത്യ ലേഖനം അവിടെ പരിശുദ്ധാത്മാവിന്റെ കാര്യത്തിൽ എഴുതിയിരിക്കുന്നു. 4-ാം അധ്യായം 5-ാം അധ്യായം 5:16 വായിച്ചാണ്. ഗലാത്യർ 5:10, ഗലേഷ്യൻസ് 5:16. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ലെന്ന് ഞാൻ പറയുന്നു. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹങ്ങളെ നിവർത്തിക്കുകയില്ല എന്ന് നിങ്ങളോട് പറയുന്നു. ഇനിയും അതിന്റെ 25 കൂടെ വായിച്ചാണ്. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയൂടെ ചെയ്യുക. പ്രിയ ദൈവമക്കളെ, ദൈവസഭയെ, നാം ആരാധിക്കാൻ പരിശുദ്ധാത്മാവിന്റെ സഹായം തേടിയാൽ പോരാ. അതെല്ലാം വെറും അല്പമായ കാര്യമാണ്. ഓരോ ദിവസവും സഹോദരിമാർ രാവിലെ എഴുന്നേൽക്കുന്ന ഉടനെ, ദൈവമേ പരിശുദ്ധാത്മാവെ, ഇന്ന് ഞാൻ ഇഡ്ഡലിയാണോ ഉണ്ടാക്കേണ്ടത്, അപ്പമാണോ ഉണ്ടാക്കേണ്ടത്, പൊറോട്ട ആണോ ഉണ്ടാക്കേണ്ടത്, പുട്ടാണോ ഉണ്ടാക്കേണ്ടത്? പരിശുദ്ധാത്മാവെ നീ എന്നോട് പറയണമേ. എത്ര പുട്ടുണ്ടാക്കണം? ചോറിടുമ്പോൾ എത്ര അരിയിടണം? കൂട്ടാൻ വയ്ക്കാനായി സബ്ജി വെജിറ്റബിൾ എടുക്കുമ്പോൾ ഏതാണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ഓരോന്ന് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നാൽ ആത്മാവിൽ നിങ്ങൾ അടുക്കളയിലെ കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ വായിൽ നിന്ന് സ്തോത്രവും സ്തുതിയും ഉൾപ്പെട്ടു വരും. തുണി കഴുകാൻ പോകുന്നു,
പരിശുദ്ധാത്മാവ് ചോദിക്കുക, എപ്പോഴാണ് തുണി കഴുകേണ്ടത്? രാവിലെ കഴുകണോ, ഉച്ചയ്ക്ക് കഴുകണോ? കുളിക്കാൻ എപ്പോഴാണ് പോകേണ്ടത്? കുളിക്കാൻ പോകുമ്പോൾ എത്ര ബക്കറ്റ് വെള്ളത്തിലാണ് കുളിക്കേണ്ടത്? ചെറിയ 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 കാര്യങ്ങൾ വരെയും പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് നടക്കാൻ പോയാൽ പിന്നെ പരിശുദ്ധാത്മാവ് പറയും, ഇവൻ എന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് ഇവനെ വിട്ടുപോകാൻ എനിക്ക് കഴിയില്ല. നമ്മിൽ പലരും പരിശുദ്ധാത്മാവോടെ ഇരിക്കുക, എല്ലാ കാര്യങ്ങളും നമ്മളങ്ങ് ചെയ്യുക. ആഹാരം കഴിക്കുമ്പോഴും നമ്മൾ ചെയ്യുക. ഞാൻ അന്യഭാഷ പറയാൻ നേരത്തെ പരിശുദ്ധാത്മാവേ ഓടി വന്നേ, എനിക്കൊന്ന് അന്യഭാഷ പറയണം. എവിടാ നീ ഒന്ന് ഓടി വന്നേ? അന്നേരം 2 ഗിത്താറും ഓർഗൻ എല്ലാം കൂടുന്ന ബഹളം ഉണ്ടാക്കി ഒന്ന് തരവുന്നു. കുലുക്കി 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 അകത്ത് പരിശുദ്ധാത്മാവ് അകത്തങ്ങ് കിടക്കുക. അത് കുലുക്കി കുലുക്കി ഉണർത്തി എടുത്തോട്ട് വരണം. അതല്ല ക്രിസ്തീയ ജീവിതം. നിങ്ങൾ യാത്ര ചെയ്യാണ്, ഈ ബസ്സിൽ പോകണോ? പരിശുദ്ധാത്മാവിനോട് പറഞ്ഞാട്ട് ഈ ബസ്സിൽ പോകണോ? പോവുക. ആഹാരം കഴിക്കാനിരിക്കുക, ചോറും മീനും ഒക്കെ വെച്ചിരിക്കുക. പരിശുദ്ധാത്മാവ് ചോദിക്കണം, ഇത് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്, പരിശുദ്ധാത്മാവ് എത്ര കഴിക്കണം? എൻ്റെ ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട്, ഭാര്യയോട് ചോദിച്ചാൽ പറയും, ഞാൻ ആഹാരം കഴിക്കുമ്പോൾ എനിക്ക് എത്ര വേണം അത്രയും. എൻ്റെ ഭാര്യ പിന്നെ നിർബന്ധിക്കുകയില്ല. അറിയാം, പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യുന്നതനുസരിച്ചേ ആഹാരം കഴിക്കുകയുള്ളൂ. കാരണം ഈ ശരീരം പരിശുദ്ധാത്മാവിൻ്റെയാണ്, പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. അങ്ങനെ നാം എപ്പോഴും ആത്മാവിൽ പോകുമ്പോൾ എത്ര സന്തോഷമാണെന്നറിയാം. അങ്ങനെയുള്ളവരാണ് ദൈവത്തിൻ്റെ രാജ്യത്തെ അനുഭവിക്കുന്നവർ. എത്ര നിന്ന വന്നാലും പ്രയാസമില്ല. കാരണം പരിശുദ്ധാത്മാവുന്ന സൂട്ടിട്ടിരിക്കുക. പരിശുദ്ധാത്മാവ് സൂട്ടിട്ടിരിക്കുമ്പോൾ വെളിയിൽ നിന്ന് സാത്താൻ ഭയങ്കര നിന്നയുടെ വെടി പൊട്ടിക്കുകയാണ്. അകത്ത് കേൾക്കുമോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? എത്ര പേർക്ക് മനസ്സിലാവുന്നു? നിങ്ങൾ പരിശുദ്ധാത്മാവുന്ന സൂട്ടിട്ടിരിക്കുക, വെളിയിൽ നിന്ന് സാത്താൻ നിന്നകളാകുന്ന ഭയങ്കര വെടിപൊട്ടല. നിങ്ങളൊന്നും കേൾക്കത്തില്ല. അവൻ വെടി പൊട്ടിച്ചു ക്ഷീണിച്ചങ്ങ് പോകും. ഹല്ലേലൂയ. ഈ സാത്താന്യ ലോകത്തിൽ നാം ജീവിക്കേണ്ടത് എപ്പോഴും നമ്മളെ സഹായിക്കുവാനായി ഒരുങ്ങി വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ. ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയിൽ കൂടുതലായി എനിക്ക് പനിയും തലയ്ക്ക് വളരെ പ്രയാസത്തായി. കാരണം എൻ്റെ തലയ്ക്ക് ഒരുപാട് ഉപദ്രവങ്ങളായിട്ട് ഞാൻ 15-16 പ്രാവശ്യം ക്രൂരമായി മർദ്ദിക്കപ്പെട്ട ആളാണ്. 1-2 അല്ല, മർദ്ദിക്കുക. എത്ര മോശമായി മർദ്ദിപ്പിച്ച്, എത്ര ഇടി, എത്ര ഇതെല്ലാം കൊണ്ട്. 2 ആഴ്ചയായി കൊട്ടാരക്കര ബൈബിൾ ക്ലാസ് തുടങ്ങും മുതൽ നല്ല തലവേദനയും പ്രയാസമാണ്. കർത്താവെ, ക്ലാസ്സിന് വരുമ്പോൾ പരിശുദ്ധാത്മാവ് നീ നടത്തിക്കണം, എനിക്കിപ്പോൾ ഒരു പ്രയാസവുമില്ല. ഇത് കഴിഞ്ഞ് വണ്ടിയിലോട്ട് ഇരിക്കുക, അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് തലവേദനയെല്ലാം, രാത്രി അല്പമേ ഉറങ്ങുന്നുള്ളൂ. എനിക്ക് പ്രശ്നമേ അല്ല. ഒരു മരുന്നിൻ്റെ ഒരു ഡോക്ടറെ അടുക്കലും പോകുന്നില്ല. വളരെ വേദനയുണ്ട്. തലയ്ക്കെല്ലാം ഒരുപാട്, മുഖത്തൊക്കെ ഒത്തിരി ഇടി കൊണ്ടിട്ട് എൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ ശക്തിയായിട്ട് ഇടിച്ചുകൊണ്ട് ഇപ്പോഴൊക്കെ വളരെ വേദനകളൊക്കെ തോന്നുന്നുണ്ട്. കുറച്ചല്ല, വളരെ മോശമായി ഇടിച്ചുകൊണ്ട് മുഖത്തൊക്കെ ഇങ്ങനെ ശക്തമായിട്ട് ഇങ്ങനെ അടിച്ച് ചിലപ്പോൾ ഇവിടുന്ന് ചിരിയൊക്കെ പൊട്ടി രക്തമെല്ലാം ഷർട്ടിലൊക്കെ നിറഞ്ഞ അനുഭവങ്ങൾ പലതുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിൽ കൂടെ നടക്കുന്നത് കൊണ്ട് ആ പ്രയാസങ്ങൾ ജയിച്ചു പോകാൻ കൃപ നൽകുന്നു. പ്രിയമുള്ളവരെ, കുളിക്കണമെങ്കിൽ കൂടെ ഞാൻ പരിശുദ്ധാത്മാവിനോട് ചോദിക്കും, ഇപ്പോൾ കുളിക്കണോ? എപ്പോഴാണ് കുളിക്കേണ്ടത്? കുളിക്കുന്ന കാര്യം വരെ. ഹല്ലേലൂയ. ഞാൻ വളരെ സന്തോഷത്തോടെ പറയട്ടെ, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നടത്തുവാൻ പരിശുദ്ധാത്മാവ് മതിയായവനായതുകൊണ്ട് ഞാൻ വിശ്രമിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയാണ്. ഒന്നിനെക്കുറിച്ചും ചിന്തയില്ല, ഭാരമില്ല, ഭയമില്ല. എത്ര പ്രാവശ്യം എന്നെ കൊല്ലുവാനായി ആളുകൾ വരുന്നു, ബഹളം ഉണ്ടാക്കുന്നു, ജാഥ വരുന്നു, ഞാൻ പുഞ്ചിരിച്ചോണ്ട് നിൽക്കുക. ഒരു പ്രാവശ്യം ഉദംപൂരിൽ ഹിന്ദുക്കളുടെ മുസ്ലിങ്ങളുടെ മധ്യത്തിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ദൈവപുത്രൻ എന്നുള്ള, ദൈവത്തിൻ്റെ മകൻ യേശു ദൈവപുത്രൻ എന്നുള്ള വിഷയം മുസ്ലിങ്ങളുടെ ഇടയിൽ അന്ന് പ്രസംഗിക്കാൻ എനിക്ക് അത്ര പരിചയമില്ലായിരുന്നു. ഇപ്പോൾ കർത്താവ് കുറച്ചുകൂടെ പരിചയം തന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് കോപമാണ്, ദൈവത്തിന് എങ്ങനെ മകനുണ്ടാകുമെന്ന് പറഞ്ഞ് അവിടെ ഇറച്ചിക്കടകളെല്ലാം ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടി എന്നെ പിടിച്ചിട്ട് ഉന്തുകയും തെളിവ് ചെയ്തിട്ട് ഈ ഇറച്ചി വെട്ടുന്ന വലിയ തടി ഉണ്ട്,
10-14 കടയുണ്ട്, വലിയ വട്ടത്തിലുള്ള തടി. അവിടെ കൊണ്ട് കിടത്തി, നിന്നെ ഇപ്പം കണ്ടിക്കാൻ പോകാന്ന്. ഞാൻ അവിടെ കിടന്നുകൊണ്ട് ചിരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരെന്നെ എഴുന്നേൽപ്പ്, ഇവൻ പ്രാന്തനായി, ഇവൻ കണ്ട ഇപ്പോഴും ചിരിക്കുന്നു. എന്നെ എഴുന്നേൽപ്പിച്ച് പുറത്തൊരു തൊടിയിൽ നിന്ന് അങ്ങ് വിട്ടു. അപ്പോഴും എനിക്ക് ഭയം ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവാകുന്ന വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ എത്ര അനുഭവങ്ങൾ എനിക്കുണ്ട്. എൻ്റെ ഭാര്യയുടെ കണ്ണിന് മുമ്പ് വെച്ച് എൻ്റെ കഴുത്തിൽ കൊണ്ട് കത്തി വെച്ചിട്ടുണ്ട്. അന്നേരം ഞാൻ ചിരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. പിസ്റ്റൽ കൊണ്ടുവന്ന് എൻ്റെ ചെവി ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്, പിസ്റ്റൽ. അന്നേരം ചിരിക്കാനല്ലാതെ ഭയപ്പെടുവാൻ വഴിയുണ്ട്. എന്നെ എത്ര പേരടിച്ചു, ഒരു പ്രാവശ്യം പോലും എന്നെ അടിക്കരുതെന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. ഇത്ര ക്രൂരമായി അടിച്ച് രക്തം ഒഴുകുമ്പോഴും ഒരു പ്രാവശ്യം പോലും കരഞ്ഞിട്ടുമില്ല. എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവാകുന്ന വസ്ത്രം ധരിച്ചു. എൻ്റെ മിടുക്ക് കൊണ്ടല്ല, എൻ്റെ വിൽ പവർ കൊണ്ടല്ല, എൻ്റെ മനോധൈര്യം കൊണ്ടല്ല. പ്രിയമുള്ളവരെ, ഈ ശത്രുവിൻ്റെ രാജ്യത്തിൽ ശത്രുവിൻ്റെ എല്ലാ ബലം ഉള്ളിടത്ത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ബലം ധരിച്ചവരായി നടക്കുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ ഭൂമി മുഴുവനും അവൻ്റെ അവകാശത്തിലിരിക്കുകയാണെങ്കിലും ആ അപ്പർലോയിൽ പോയി ഇറങ്ങിയ പ്രിയപ്പെട്ടവരെ പോലെ, ആംസ്ട്രോങ്ങിനെ പോലെ പരിശുദ്ധാത്മാവാകുന്ന സൂട്ട് ധരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാം. നമുക്ക് തലകണ വേണം. അല്പനേരം നമുക്ക് പ്രാർത്ഥിക്കാം. ക്ലാസ് മാത്രമല്ല, അല്പനേരം നാം അടുത്തുകൂട്ടിയ ആഹാരം പരിശുദ്ധാത്മാവിനാൽ ഒന്ന് ഒരുക്കി നമ്മൾ ഭക്ഷിക്കണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് കഴിയുള്ളല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ സന്നിധിയിൽ. അല്പനേരം നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.